ഇയാൾ ആദ്യം ചെയ്യുന്നത് ഇത്തരം ദോഷവൃത്തി തനിക്ക് ഭവിക്കാൻ കാരണമെന്തെന്നറിയാൻ ഒരു മന്ത്രവാദിയെ വിളിക്കും. അയാൾ വന്ന് ഈ പ്രശ്നം കണ്ടെത്തുക മാത്രമല്ല, അതിന് പരിഹാരം കൂടി പറയും. ഇത്രയും കനത്ത നഷ്ടം അങ്ങയ്ക്ക് വരാൻ കാരണം ഈ വയൽ മനുഷ്യൻ്റെ രക്തത്തിന് ദാഹിക്കുന്നു. നാട്ടുരാജാക്കന്മാരുടെ മുമ്പിൽ ശിക്ഷയ്ക്ക് വരുന്ന പ്രതികളെ ശിക്ഷിച്ചിരുന്നത്, കുറ്റവാളികളെ ശിക്ഷിച്ചിരുന്നത് അയാൾ ബ്രാഹ്മണനാണോ, ക്ഷത്രിയനാണോ, വൈശ്യനാണോ, ശൂദ്രനാണോ, ചണ്ടാളനാണോ ഇത്യാദി വിഭാഗീയതയ്ക്ക് അധിഷ്ഠിതമായിട്ടാണ്. കുറ്റവാളി ക്ഷത്രിയനെങ്കിൽ രാജാവാണ്, ആ കുലത്തിൽപ്പെട്ടവരെയാണ് ക്ഷത്രിയൻ. അവർക്ക് നൽകുന്നതൊരു താക്കീതാണ്. വൈശ്യനും കുറ്റകൃത്യങ്ങളിൽ തല്ലോ തടവോ ഒക്കെ ലഭിച്ചിട്ടുണ്ട്. ശൂദ്രരവസ്ഥ പരമദയനീയമായിരുന്നു. കാത് മുറിക്കുക, കൈ മുറിക്കുക, വേണ്ടി വന്നാൽ കൊലപ്പെടുത്തുക, ഇതായിരുന്നു. അപ്പം നീതിക്ക് വിഷം ദാഹിച്ച കുറേ മനുഷ്യരുടെ കഥകളുടെ നാടായത്. ഇനിയുമുണ്ട് പറയാൻ നിരവധി കാര്യങ്ങൾ. ഞാനിങ്ങനെയുള്ള കാര്യമൊക്കെ പറയുന്നത് പലരെയും ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എങ്കിൽ ഈ വിളിക്കുന്ന ഇടത്ത് ഞാനിതൊക്കെ പറയുമെന്ന് അറിഞ്ഞാണല്ലോ നിങ്ങൾ വിളിക്കുക. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ചിലത് പറയേണ്ടി വരുന്നത് സുവിശേഷം എന്തു ചെയ്തു എന്നൊന്ന് ബോധ്യപ്പെടുത്താനാണ്. നിങ്ങൾ ബൈബിളിലേക്ക് തിരിഞ്ഞാൽ ഇതിലും ഹീനമായ രാഷ്ട്രീയ ചരിത്രം കാണാം. വേറെങ്ങും പോണ്ട. 1-2 ദിനവൃത്താന്തം, 1-2 രാജാക്കന്മാർ, ശാമുവേലിൻ്റെ പുസ്തകമൊക്കെ വായിച്ചാൽ കൈക്കൂലിക്കാരായ ആളുകളെ കാണാം, ന്യായം മറച്ചു കളയുന്ന ജഡ്ജിമാരെ കാണാം, തെറ്റായി പ്രവർത്തിക്കുന്ന നിരവധി മറ്റ് ആളുകളെയും രാജകുടുംബത്തിലെ അംഗങ്ങളെയും കാണാം. അപ്പനെ കസേരയിൽ നിറക്കിയിട്ട് അതിനുവേണ്ടി അടികൂടുന്ന മനുഷ്യരെ കാണാം. ചുരുക്കി പറഞ്ഞാൽ ഒരാധുനിക കാലത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ തിന്മകളേക്കാൾ ശക്തമായ തിന്മ പണ്ട് നിലനിന്നിരുന്നു. അത് തുടരുകയാണിന്നും. ബൈബിളിൽ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അത് ബൈബിളിൻ്റെ പ്രശ്നമല്ല. എന്നോട് നിരീശ്വരവാദികളുമൊക്കെ ചർച്ചയ്ക്ക് വരുമ്പോൾ ഇത്തരം പഴയ നിയമ സംഭവങ്ങൾ എടുത്തു കാട്ടിയിട്ട് ഇതൊക്കെയാണല്ലോ ബൈബിളിൽ എന്ന് പറയാറുണ്ട്. മറ്റൊന്നാണ് ലോത്ത് അയാളുടെ സ്വന്തം മക്കളോടൊത്ത് ശയിക്കുന്ന ഒരു ഭാഗം വായിച്ചിട്ട് ഇതൊക്കെയാണോ ബൈബിളിൻ്റെ ധാർമ്മികത? വചന ധ്യാനത്തിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ചിന്തയ്ക്ക് ആധാരമാക്കിക്കൊണ്ട് വായിക്കേണ്ട ദൈവവചന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 33-ാമത് വചനം. അതിനുശേഷം എഫേസ്യർ ലേഖനം 6:10 വായിക്കേണ്ടതുണ്ട്. ആദ്യം മത്തായിയുടെ സുവിശേഷം 6:33. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഇനി വായിക്കേണ്ടത് എഫേസ്യർ 6:10. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. മതി. വളരെ പ്രസക്തങ്ങളായ 2 വേദഭാഗങ്ങൾ. ആമുഖമായി കണ്ടത് മുൻപേ എന്നാണെങ്കിൽ പിന്നീട് കണ്ടത് ഒടുവിൽ എന്നാണ്. മുൻപേ ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. ഒടുവിൽ ചെയ്യേണ്ടത് കർത്താവിലും അമിതബലത്തിലും ധൈര്യപ്പെടണം. ഇതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ വചനം വിശദീകരിക്കുന്നത്. അപ്പോൾ തന്നെ ഇതിൽ പ്രസക്തമായൊരു പാദമുണ്ട്. മുന്നമേ അവൻ്റെ രാജ്യം, നീതി ഇവ അന്വേഷിക്കണം. മറ്റൊരിടത്ത് ഇതേ അധ്യായത്തിൽ കിടക്കുന്നു, നീതി നിമിത്തം വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി ലഭിക്കും. നീതിയെക്കുറിച്ചുള്ള ഒരു പരാമർശം പറഞ്ഞു വരും വഴിക്ക് അന്വേഷിക്കേണ്ട ഒരു നീതിയെപ്പറ്റി പറഞ്ഞത്
ദൈവരാജ്യത്തിൻ്റെ നീതിയാണ്. രാജ്യം എന്ന് പറയുമ്പോൾ രാജ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് പൊളിറ്റിക്സ്, മലയാളത്തിൽ രാഷ്ട്രവിജ്ഞാനീയം, രാഷ്ട്രമീമാംസ. ചിലപ്പോഴൊക്കെ ആളുകൾ തെറ്റിദ്ധരിച്ച് പറയാറുണ്ട്, എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല. തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മിക്കവാറും ഭൂരിപക്ഷം മനുഷ്യരും പറയുന്നത് ആര് ജയിച്ചാലും നമുക്കൊന്നുമില്ലെന്നാണ്. എന്നാൽ ഈ പറഞ്ഞ ആൾ ആദ്യം തന്നെ വോട്ടിന് പോവുകയും ചെയ്യും, രാവിലെ എണ്ണിട്ട് പോകും. കാരണം അദ്ദേഹത്തിന് നിശ്ചയദാർഢ്യമുണ്ട് ആരും ജയിക്കണമെന്ന്. അത് വെളിപ്പെടുത്താനുള്ളൊരു മടികൊണ്ട് പറയും ഇതിനകത്തൊന്നും കാര്യമില്ല. അപ്പോൾ നമുക്കെല്ലാം രാഷ്ട്രീയമുണ്ട്. നമുക്കെല്ലാം എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനൊരു മുന്നണി രാഷ്ട്രീയം ഇല്ലാത്ത ആളാണ്. അത് മറ്റൊരു വസ്തുത. ഒരു തിരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞ സന്ദർഭമാണ്. അപ്പം ഞാൻ ആമുഖമായിട്ട് ഒരു ബൈബിൾ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. നിങ്ങൾ രാഷ്ട്രീയത്തെ എതിർക്കുന്നവരുണ്ട്. ആ എതിർക്കാനൊരു കാരണം അതിൽ കണ്ടുവരുന്ന അനീതി, കൈക്കൂലി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അല്ലെങ്കിൽ അതിൽ കണ്ട അക്രമങ്ങൾ, കൊലപാതകങ്ങൾ, ഒറ്റവാക്കി പറഞ്ഞ അനീതി രാഷ്ട്രീയത്തെ കാർന്നു തിന്നും. ഇതുകൊണ്ട് എതിർക്കുന്നു. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഈ സ്ഥാനത്തെത്തുന്ന ആളുകൾ അനിയന്ത്രിതമായി കൈപ്പറ്റുന്ന സുഖസൗകര്യങ്ങളുടെ ആധിക്യമാണ് ഞാൻ രാഷ്ട്രീയത്തെ എതിർക്കുന്നത്. ഒരിക്കൽ MLA-യോ MP-യോ മന്ത്രിയോ ഒക്കെ ആയാൽ മരണം വരെ അവരാസ്വദിക്കുന്ന സുഖസൗകര്യങ്ങൾ ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്താണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, നിയമസഭയിലും പാർലമെൻറ്റിലും വോക്കൗട്ടില്ലാത്ത, ചർച്ചയോ അടിയോ ബഹളോ ഒന്നുമില്ലാത്ത മാന്യമായി നടക്കുന്ന ഒരു ചർച്ചയുള്ളൂ. അത് അവരുടെ ശമ്പളം സംബന്ധിച്ച. ഭരണപക്ഷത്തിനും പ്രശ്നമില്ല, പ്രതിപക്ഷത്തിനും പ്രശ്നമില്ല. അതിൻ്റെ ഒരു കണക്കൊക്കെ ഞാൻ വിവരാവകാശം വെച്ചെടുത്തൊരു ലൈവ് കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. ഒരു ദരിദ്ര രാജ്യത്ത്, ഭൂരിപക്ഷം മനുഷ്യർ കഷ്ടപ്പാടിൽ കഴിയുന്നൊരു രാജ്യത്ത് ഒരിക്കൽ MLA ആയാൽ, ഒരിക്കൽ MP ആയാൽ ഇവർ ആസ്വദിക്കുന്ന സുഖസൗകര്യങ്ങളുടെ ആധിക്യം വിവരിക്കാൻ കഴിയുന്നതിനപ്പുറത്താണ്. അതിനു പുറമെ ഇവർ തന്നെ നിയമിക്കുന്ന സെക്രട്ടറിമാർ നമ്മുടെ സമ്പത്തിൻ്റെ നല്ലൊരളവ് കൊണ്ടുപോവുകയാണ്. അവരോട് ചേർന്ന് നിൽക്കുന്ന പോലീസ്, ഉന്നത പോലീസ് ഓഫീസേഴ്സുണ്ട്. അവർ ഒരാളുടെ കണക്കോടിയിട്ട് 5 ലക്ഷം ഉറുപ്പ്യ വരെ റിട്ടയർ ആയൊരു മനുഷ്യൻ വീണ്ടും വളഞ്ഞ വഴിക്ക് പ്രതിമാസം കൈപ്പറ്റുകയാണ്. ഇങ്ങനെയുള്ള കാരണങ്ങളാൽ ഞാനും രാഷ്ട്രീയത്തെ എതിർക്കുന്നു. ദുർവ്യയം എന്നാണ് അതിന് പേര്. പക്ഷേ രാഷ്ട്രീയം വേണം, ഭരണകൂടം വേണം. കാരണം ഒരു ഭരണസമിതി ഇല്ലെങ്കിൽ, ഒരു മുഖ്യമന്ത്രി ഇല്ലെങ്കിൽ, ഒരു പ്രധാനമന്ത്രി ഇല്ലെങ്കിൽ, പോലീസ് ഇല്ലെങ്കിൽ ഈ നാട് ഭരിക്കുന്നത് ഗുണ്ടകളാണ്. ഈ യോഗം കഴിഞ്ഞ് നിങ്ങൾക്ക് തിരിച്ചു പോകാനാവില്ല. ഇപ്പോൾ സൗകര്യത്തോടെ പോകാൻ കഴിയുന്നത് ഗുണ്ടകളെ അമർച്ച ചെയ്യത്തക്ക വിധം കയ്യൂക്കുള്ളവൻ കാര്യക്കാരനായിത്തീരുന്ന പരിസ്ഥിതിയെ ചെറുക്കാൻ ഭരണകൂടമുള്ളത് കൊണ്ടാണ്. ഞാൻ വിമർശിച്ച അതേ വ്യവസ്ഥയുടെ മറുവശത്തെ ഗുണമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അവിടെ നമ്മൾ ഈ കാരണങ്ങളിലൊക്കെ രാഷ്ട്രീയത്തെ വെറുക്കുമ്പോൾ നിങ്ങൾ ബൈബിളിലേക്ക് തിരിഞ്ഞാൽ ഇതിലും ഹീനമായ രാഷ്ട്രീയ ചരിത്രം കാണാം. വേറെങ്ങും പോകണ്ട. 1-2 ദിനവൃത്താന്തം, 1-2 രാജാക്കന്മാർ, ശാമുവേലിൻ്റെ പുസ്തകമൊക്കെ വായിച്ചാൽ കൈക്കൂലിക്കാരായ ആളുകളെ കാണാം, ന്യായം മറച്ചു കളയുന്ന ജഡ്ജിമാരെ കാണാം, തെറ്റായി പ്രവർത്തിക്കുന്ന നിരവധി മറ്റ് ആളുകളെയും രാജകുടുംബത്തിലെ അംഗങ്ങളെയും കാണാം. അപ്പനെ കസേരയിൽ നിറക്കിയിട്ട് അതിനുവേണ്ടി അടികൂടുന്ന മനുഷ്യരെ കാണാം. ചുരുക്കി പറഞ്ഞാൽ ഒരാധുനിക കാലത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ തിന്മകളേക്കാൾ ശക്തമായ തിന്മ പണ്ട് നിലനിന്നിരുന്നു. അത് തുടരുകയാണിന്നും. ബൈബിളിൽ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അത് ബൈബിളിൻ്റെ പ്രശ്നമല്ല. എന്നോട് നിരീശ്വരവാദികളുമൊക്കെ ചർച്ചയ്ക്ക് വരുമ്പോൾ ഇത്തരം പഴയ നിയമ സംഭവങ്ങൾ എടുത്ത് കാട്ടിയിട്ട് ഇതൊക്കെയാണല്ലോ ബൈബിളിൽ എന്ന് പറയാറുണ്ട്. മറ്റൊന്നാണ് ലോത്ത് അയാളുടെ സ്വന്തം മക്കളോടൊത്ത് ശയിക്കുന്ന ഒരു ഭാഗം വായിച്ചിട്ട് ഇതൊക്കെയാണോ ബൈബിളിൽ?
ബൈബിളിൻ്റെ ധാർമ്മികത. ഞാനവരോട് പറയാറുണ്ട്, ഗോവിന്ദചാമി എന്ന് പേരായ ഒരു മനുഷ്യൻ ട്രെയിൻ യാത്രയിൽ വെച്ച് നമ്മുടെ പാവം ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു കൊന്നു. അത് മനോരമയിലോ മാതൃഭൂമിയിലോ അച്ചടിച്ചു വന്നാൽ അത് മാതൃഭൂമിയുടെ ധാർമ്മികതയല്ല, അത് മനോരമയുടെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമല്ല. ആ വാർത്ത പരാമർശിച്ചു എന്നേ ഉള്ളൂ. എന്നതുപോലെ വലഞ്ഞുപോയ നീതിമാനാണ് ലോത്ത്. ആ കാര്യം ബൈബിളിലുണ്ട്. ആ വഴി തിരയരുത് എന്നാണ് അതിൽ സന്ദേശം. അതുപോലെ ബൈബിളിൽ ഉപദ്രവകാരികളായ രാജാക്കന്മാർ, തിന്മ പ്രവർത്തിച്ച പുരോഹിതന്മാർ, കൈക്കൂലി വാങ്ങി വ്യാജം ചെയ്ത ന്യായാധിപന്മാരെ കാണാം. നിങ്ങൾ ആ വഴി തിരയരുത് എന്നാണ് അതിൻ്റെ സന്ദേശം. അവർക്ക് പിന്തുണ കൊടുക്കുന്ന പുസ്തകമല്ലിത്. ഇനി ബൈബിൾ വീക്ഷിച്ച ഒരു ഗുണപരമായ രാഷ്ട്രീയം ബോധ്യപ്പെടുത്തിയിട്ട് രാജ്യവും നീതിയും എന്ന പരാമർശത്തിലേക്ക് പോകാം. ആദ്യം ദൈവജനത്തിൽ ആവർത്തന പുസ്തകം 17-ാം അധ്യായം വായിക്കേണ്ടതില്ല. ഇനി പറയുന്ന വാക്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറയുമ്പോൾ വായിച്ചാൽ മതി. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ബൈബിളിലേക്ക് പോവുകയും ചെയ്യരുത്. തുറന്നു ആവർത്തനം 17-ാം അധ്യായം, അവിടെ ബൈബിൾ കൃത്യമായിട്ടൊരു കാര്യം പറയുന്നു. നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് ഒരു രാജാവിനെ വാഴിച്ച്, ഒരു രാഷ്ട്രം കിട്ടിക്കഴിയുമ്പോൾ ഒരു രാജാവിനെ വാഴിക്കണം എന്ന് താല്പര്യം വന്നാൽ അതാകാം. പക്ഷെ നിബന്ധനകൾ വെച്ചു, അവൻ നിൻ്റെ സഹോദരനായിരിക്കണം, വിദേശിയാകാൻ പാടില്ല, വിദേശത്തുള്ള ആളാകാൻ പാടില്ല, നിൻ്റെ സമൂഹത്തിൽ നിന്നാകണം രാജാവ്. നല്ല കാര്യമാണ്. അങ്ങനെയാണ് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ്. നിങ്ങൾ അവിടെ ചെന്ന് പൗരത്വം എടുത്താൽ നിങ്ങൾക്ക് പ്രധാനമന്ത്രിയോ പ്രസിഡൻറ്റോ ആകാൻ പറ്റില്ല, ബാക്കിയൊക്കെ ആകാം. എന്നാൽ നിങ്ങളുടെ മക്കൾ അവർക്ക് പ്രസിഡൻറ്റ് വരെ ആകാം, കാരണം അവരവിടെ ജനിച്ചവരാണ്. അതാണ് കാരണം. ആർജിത പൗരത്വം മറ്റൊരു രാജ്യത്ത് ചെന്നാൽ നിങ്ങളെ പ്രസിഡൻ്റ് ആക്കില്ല. ഇന്ത്യയിൽ അങ്ങനെയില്ല. ആർജിത പൗരത്വം കിട്ടിയാലും മത്സരിച്ച് ജയിച്ചാൽ നിങ്ങൾക്ക് പ്രധാനമന്ത്രിയോ പ്രസിഡൻറ്റോ ഒക്കെ ആകാം. ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, നീ ഒരു രാജാവിനെ വഴിക്കുമ്പോൾ അന്യദേശക്കാരനെ ആവരുത്, നിനക്കിടയിൽ നിന്നെടുക്കണം. രണ്ടാമത്തെ കാര്യം നമുക്ക് വിചിത്രമായി തോന്നാം, രാജാവിനുള്ള യോഗ്യത. എന്തത്? നീ രാജാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ അവനുള്ള യോഗ്യത, അവന് കുതിര അനവധി ഉണ്ടാവരുത്. എന്തൊരു വിചിത്രം! കുതിര അനവധി ഉണ്ടാകരുത്. അതെന്തിനാ കുതിര കൂടിയാലുള്ള കുഴപ്പം? തൊട്ടടുത്ത വചനത്തിൽ പറയാണ്, രാജാവ് കുതിരകളെ അനവധി സമ്പാദിക്കുന്നത് കണ്ട് മുന്തിയ കുതിരകളെ വാങ്ങണമെന്ന ആഗ്രഹം ജനങ്ങൾക്കും വന്നിട്ട് ഏറ്റവും നല്ല കുതിരകളെ കിട്ടുന്ന മിസ്രയീമിലേക്ക് അവർ മടങ്ങിപ്പോകാൻ സംഗതി വരും. ഈജിപ്തിലാണ് കുതിരയുള്ളത്, നല്ല കുതിര. ആ ബന്ധം അങ്ങനെ വരാതിരിക്കേണ്ടതിന് കുതിരകളുടെ എണ്ണം ലിമിറ്റ് ചെയ്യണം. കുതിര വേണ്ടെന്നല്ല, അനവധി കുതിരകൾ ഉണ്ടാവരുത്. അടുത്ത കാര്യം കൂടി പറഞ്ഞു, അവൻ അനവധി ഭാര്യമാരെ എടുക്കരുത്. അതിൻ്റെ കാരണം, അവന് വിവാഹമാകാം, പക്ഷേ അനവധിയായാൽ ഈ സ്ത്രീകൾ അന്യരാജ്യങ്ങളിൽ നിന്നൊക്കെ ഉള്ളവരാകയാൽ അയാളുടെ മനസ്സിനെ അത്തരത്തിലേക്ക് വശീകരിച്ചു കൊണ്ടുപോയിട്ട് അത് ഫോറിൻ പോളിസികളെ ബാധിക്കും. അപ്പോൾ അടുത്ത യോഗ്യതയും പറഞ്ഞു. ഇങ്ങനെ കുറേ നിബന്ധനകളുടെ കൂടെ ഒന്നുകൂടി പറഞ്ഞു. രാജസ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉടൻ അദ്ദേഹം ഈ ന്യായപ്രമാണത്തിൻ്റെ ഒരു കോപ്പി, ഒരു പ്രതി സ്വന്തം കൈകൊണ്ട് എഴുതിയെടുക്കണം. അതാണ് അടുത്തത്. ഈ ഭരണഘടന, ന്യായപ്രമാണം, ദ ലോ, തോറ എന്നൊക്കെ നമ്മൾ പറയുന്ന മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളിലെ 613 കൽപ്പനകൾ സ്വന്തം കൈകൊണ്ട് എഴുതിയെടുത്തൊരു പ്രതി അവൻ്റെ കയ്യിൽ കാണണം. എന്ന് വെച്ചാൽ അവൻ നിയമജ്ഞൻ കൂടിയാകണം, ന്യായം വിധിക്കാൻ ശേഷിയുണ്ടാക്കണം. അങ്ങനെ യോഗ്യത നോക്കിയേ രാജാവിനെ എടുക്കാവൂ. ഇനി ഞാനിതിന് ബദലായൊരു ഉദാഹരണം തരാം. ശലോമോൻ രാജാവ് 12,000 കുതിരാലയങ്ങളും 12,000 കുതിരച്ചവകരും 40,000 കുതിരാലയങ്ങളും സ്വന്തമുണ്ടായിരുന്നു. അപ്പോഴേ തെറ്റിയില്ലേ? കുതിര അനവധി എടുക്കരുതെന്ന് പറഞ്ഞവന് 12,000 കുതിരച്ചേവകർ, 40,000 കുതിരാലയങ്ങൾ. ഇനി അടുത്തത്, അവന് കുലീന പത്നിമാരുടെ എണ്ണം 300. അവന് കോങ്കുബൈൻസ്, പത്നിയല്ലാത്ത ദാസ്യവൃത്തി ചെയ്യുന്ന തരത്തിലെ സ്ത്രീകൾ, അവരുടെ എണ്ണം 700, 1000 പേര്. അപ്പോൾ ഇത്രയുമുള്ള സ്ത്രീ ജനങ്ങൾ ഒപ്പമുണ്ട്. അപ്പം ആവർത്തനം 17 പറഞ്ഞ നിബന്ധനകൾ പാടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ വന്നപ്പോൾ
സോളമൻ്റെ കൊച്ചുമകൻ്റെ ഒക്കെ കാലമെത്തുമ്പോൾ, മകൻ്റെ കാലം മുതലേ ഭിന്നത ഉടലെടുത്തിട്ട് കൊച്ചുമകൻ്റെ കാലമെത്തുമ്പോൾ രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു. രണ്ടായി വിഭജിക്കപ്പെട്ട് ചെറിയൊരു രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു. നല്ല ജ്ഞാനിയായ അപ്പൻ്റെ അപ്പൻ ആത്മീകനായ ദാവീദ്, മുത്തശ്ശൻ അബ്രഹാം, ഇങ്ങനെ ചരിത്രമുള്ള പൗരാണികതയുള്ള ഒരു സമൂഹത്തിൽ കൊച്ചുമക്കളുടെ കാലമെത്തുമ്പോഴേക്ക് ഈ ചെറിയ ഭൂമി രണ്ടായി വിഭജിക്കപ്പെടത്തക്ക വിധം വഴിതിരിഞ്ഞ് കാര്യങ്ങൾ പോകാൻ കാരണക്കാരൻ ഈ സോളമനാണ്. ഒത്തിരി ഉണ്ട് പറയാൻ. 1005 നീതിമൊഴികൾ, 3000 സദൃശ്യവാക്യങ്ങൾ, ചുവരിൽ വിടരുന്ന ഈസോപ്പിനെപ്പറ്റി, ഇഴഞ്ഞു നീങ്ങുന്ന ഉറുമ്പിനെപ്പറ്റി നിരവധി ഏറ്റവും ആധികാരികമായ ചിന്തകൾ ലോകത്തിന് കൊടുത്തൊരു ദാർശനികൻ. പക്ഷെ ഇവിടെ ഇതാ ആവർത്തനം 17 പറഞ്ഞ ആശയങ്ങളെ മുഴുവൻ റദ്ദ് ചെയ്തുകൊണ്ട് അദ്ദേഹം നടന്നു നീങ്ങുന്ന പാതകളിൽ ദൈവിക ചൈതന്യത്തിൻ്റെ അഭാവം പ്രകടമായപ്പോൾ തലമുറകളിലേക്ക് എത്തുമ്പോഴേക്കും ഈ രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ട് തെക്കേ രാജ്യവും വടക്കേ രാജ്യവുമായി 2 തുണ്ടുഭൂമികളായി അവർ പരസ്പരം അടിച്ചു തുടങ്ങി. നോക്കണം, ഈ ഘട്ടത്തിൽ നീതിക്ക് വിശന്നുദാഹിക്കേണ്ട അവസ്ഥാവിശേഷം ജനങ്ങൾക്ക് സംജാതമായി. അതിനാണ് പുതിയ നിയമം പറയുന്നത്, നിങ്ങൾ രാജാവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. കാരണം എന്താ? സ്വസ്ഥതയുള്ള, സാവധാനതയുള്ള ഒരു ഭരണം നിറവേറ്റത്തക്ക വിധം ഭരണകൂടത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, രാജാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഒരു കുറഞ്ഞ ജോലിയാണെന്ന് ആരും ധരിക്കേണ്ട. അത് വിലപിടിപ്പുള്ള ഒരു ജോലിയാണ്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെന്നാണ് ഞാൻ ധരിക്കുന്നത്. കാരണം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ്, രാജ്യത്തിൻ്റെ സ്ഥിരാകേന്ദ്രങ്ങളിൽ നമുക്കെതിരെ നിലകൊള്ളുന്ന 100,000 നിബന്ധനകളും നിയമങ്ങളും ഒറ്റയടിക്ക് അതിനെ നിർമൂലമാക്കാൻ കഴിയുന്ന ഒരു ശക്തി പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനാ മുറിയിലുണ്ട്. സ്വാമി ഈശോപ്പാസ്രാധി ഓർമ്മപ്പെടുത്തി, നമ്മുടെ ആയിരക്കണക്കിന് ദൈവജനങ്ങൾ ഇന്ന് ജയിലിൽ കിടപ്പുണ്ട്. ജയിലിൽ കിടന്ന് കഠിനമായ പീഡനകളിലൂടെ അവർ വടക്കേണ്ടയുടെ പല സ്ഥലങ്ങളിൽ കടന്നു പോകുന്നുണ്ട്. സഭകളെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാം, ഇത്തരത്തിൽ ക്രൈസ്തവ സമൂഹത്തെ മുഴുവൻ വേട്ടയാടുന്ന ഒരു പരിസ്ഥിതി സംജാതമാകുന്നുണ്ട്. ഭീഷണിപ്പെടുത്തി ദൈവമക്കളെ വല്ലാത്തൊരവസ്ഥയിലേക്ക് നയിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ഗേഹസിയോട് പ്രവാചകൻ പറഞ്ഞതുപോലെ അവർക്കൊപ്പമുള്ളതിനേക്കാൾ അധികം ശക്തി നിൻ്റെ കൂടെയുണ്ട്, അത് കാണത്തക്ക വിധം ഇവൻ്റെ കണ്ണുകളൊന്ന് തുറക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ആ കാഴ്ച കണ്ട് ഗേഹസി നടുങ്ങിയെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവർക്കൊരു കാര്യം ഉറപ്പാണ്, രാജ്യത്തിൻ്റെ സ്ഥിതിവിശേഷത്തെ അടിമുടി മാറ്റത്തക്ക വിധം ഇടപെടുന്നൊരു മഹാദൈവത്തിൻ്റെ ശക്തി പ്രാർത്ഥന മുറികളിൽ നിന്ന് പുറപ്പെട്ടാൽ ആ പ്രവാഹത്തിൻ്റെ വഴി തടയാൻ ഉലകത്തിൽ ആർക്കും സാധിക്കില്ല, ആർക്കും സാധിക്കില്ല. ആ വലിയ സത്യം ഈ രാത്രി ഊട്ടി ഉറപ്പിച്ച് ഞങ്ങളിവിടെ പ്രസ്താവിക്കുന്നു. സുവിശേഷത്തിന് ബന്ധനമില്ല, ദൈവപ്രവൃത്തിക്ക് ബന്ധനമില്ല. യേശുവിൻ്റെ പ്രവൃത്തിയുടെ വഴി തടയാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയുകയില്ല. വരും കാലഘട്ടത്തിൽ രാഷ്ട്രത്തിൻ്റെ ചിത്രം മാറ്റിവരയ്ക്കത്തക്ക വിധം ഇടപെടുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ വചനത്തിൽ അടിയുറച്ചുകൊണ്ട് ആമുഖമായി തന്നെ പറയട്ടെ, ഒരേ സ്വരത്തിൽ പറയട്ടെ, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടണം. ആ ശക്തി പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന് പുത്തൻ വിടുതലാകട്ടെ, പുതിയ കൃപയാകട്ടെ, പുതിയ നിയോഗമാകട്ടെ. സ്തോത്രം. അപ്പോൾ ഈ പ്രാർത്ഥിച്ച മനുഷ്യർ പറഞ്ഞ, കർത്താവേ, ഞങ്ങൾക്ക് നീ ഒരു നല്ല മധുര ഗായകനെ തന്നു, ഒരു ആത്മീയനെ തന്നു. ദാവീദ് നന്നായി അദ്ദേഹം രാജ്യം ഭരിച്ചു, നന്ദി. രണ്ടാമത് വന്നതൊരു ജ്ഞാനിയാണ്, നല്ല കഴിവുള്ള ആളാണ്. പക്ഷെ അദ്ദേഹവും പരാജയപ്പെട്ടു. മക്കളിലേക്ക് എത്തുമ്പോൾ പാരമ്പര്യമായി ആത്മാർത്ഥമില്ലാതെ പോയി. ഞങ്ങൾക്കിനി വേണ്ടത് അങ്ങ് തന്നെ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്കണം. അങ്ങാണ് ഞങ്ങളുടെ രാജാവ്, അങ്ങൊന്ന് തിരിച്ചു വരണം. യഹോവേ, അനേകായിരമായ നിൻ്റെ ജനത്തിൻ്റെ നടുവിലേക്ക് ഇറങ്ങി വരണം, അങ്ങൊന്ന് പ്രവർത്തിക്കണം. അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചവർക്ക് ഒരു ഉത്തരം കിട്ടി. ഒരു രാജാവ് നീതിയോടെ വാഴും. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ദൂത് പ്രാർത്ഥിക്കുന്നവർക്കേ ലഭിക്കൂ, കാത്തിരിക്കുന്നവർക്കല്ല ലഭിക്കുന്നത്. ജാഗരിക്കുന്നവർക്കാണ് ദൂത്, പ്രാർത്ഥിക്കുന്നവർക്കാണ് ആലോചന. ആ രാജാവിൻ്റെ യോഗ്യത കൂടി പറഞ്ഞു, ലക്ഷണങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് പേർ വിളിക്കും.
ഇതേ പ്രവാചകൻ പൂരിപ്പിച്ചു. അവിടുന്ന് അത്ഭുത ആലോചനക്കാരനായിരിക്കും. മലയാളം ബൈബിളിലുള്ള അത്ഭുത മന്ത്രി ഒരു നല്ല പരിഭാഷയല്ല. എങ്ങനെ പറയണം? അത്ഭുത ആലോചനക്കാരൻ, വണ്ടർഫുൾ കൗൺസിലർ. അടുത്തെന്താണ്? അത്ഭുത ആലോചനക്കാരൻ, വീരനാം ദൈവം. അത് കറക്റ്റാണ്. അടുത്തതിലും ഒരു പരിഭാഷയുടെ മിസ്റ്റേക്ക് ഉണ്ട്. നിത്യപിതാവ്, അതല്ല ശരി പരിഭാഷ. നിത്യതയുടെ പിതാവ്, ഫാദർ ഓഫ് ഇറ്റേണിറ്റി. അവൻ നിത്യതയുടെ പിതാവ്, സമാധാന പ്രഭു എന്നിങ്ങനെ പേർ വിളിക്കും. ഇതെല്ലാം കേട്ടപ്പോൾ നിങ്ങൾക്ക് സന്തോഷം, നേരെ കേട്ട ഇസ്രായേലൈറ്റ്സിന് സന്തോഷം. പക്ഷെ അടുത്തൊരു വചനം വന്നപ്പോൾ അവർക്ക് സംശയം. നമുക്ക് ആ സംശയം വരില്ല, അവർക്ക് സംശയം. കാരണം ഇത്ര സുമുഖനായ, സുന്ദരനായ, കന്യകയിൽ പിറവി കൊണ്ട, സമാധാന പ്രഭുവായ, നിത്യതയുടെ പിതാവായ ആ ദൈവത്തിൻ്റെ മനോഹാരിത മുഴുവൻ സ്വാംശീകരിച്ചെടുത്ത ഹൃദയങ്ങളോട് നിരാശപ്പെടുത്തുന്ന ഒരു ദൂതാണ് പ്രവാചകൻ പിന്നെ പറഞ്ഞത്. എന്താണെന്നറിയണ്ടേ? ഞങ്ങൾ ഇത്ര നാളും പഠിപ്പിച്ചു ബോധ്യപ്പെടുത്തിയ ആ യഹോവയുടെ പുത്രനുണ്ടല്ലോ, ആ യഹോവയുടെ മകനുണ്ടല്ലോ, അവൻ നിങ്ങൾക്ക് ഇതുവരെ വെളിപ്പെട്ടിട്ടുണ്ടോ? അത്ഭുത മന്ത്രിയെ നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾക്ക് കേൾവി കിട്ടി, നിങ്ങൾക്ക് ആശയം കിട്ടി, നിങ്ങൾക്ക് തത്വചിന്ത കിട്ടി അവനെക്കുറിച്ച്. പക്ഷേ വെളിപ്പാട് കിട്ടിയോ? ഞങ്ങൾ പലയാവർത്തി കൽപ്പിച്ചില്ലേ? ഉൽപ്പത്തി മുതൽ ഞങ്ങൾ അവനെക്കുറിച്ച് പറഞ്ഞില്ലേ? ഉൽപ്പത്തിയിൽ സ്ത്രീയുടെ സന്തതി എന്ന് പറഞ്ഞില്ലേ? സംഖ്യാപുസ്തകത്തിൽ യാക്കോബിൽ നിന്ന് ജ്വലിക്കുന്ന നക്ഷത്രം എന്ന് പറഞ്ഞില്ലേ? പിന്നെ ഇങ്ങോട്ട് 100 പ്രവചനങ്ങൾ കൊണ്ട് ഞങ്ങൾ സമ്പന്നമാക്കിയ അവന്റെ അസ്തിത്വമില്ലേ, വ്യക്തിത്വമില്ലേ? അത് മനസ്സിലായില്ലേ? എങ്കിൽ പറയാം, അവന് മറ്റു ചില ഭാവാന്തരം സംഭവിക്കും, രൂപാന്തരം സംഭവിക്കും. എന്തൊക്കെയാണെന്നറിയണ്ടേ? ഞങ്ങൾ നൂറ്റാണ്ടുകളായി കേൾപ്പിച്ചിട്ടും മനസ്സ് തുറന്ന് കേൾക്കാത്ത ജനതയോട് പ്രവാചകൻ പറയാ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർമുളയ്ക്കുന്ന പോലെയും അവന്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ അടിക്കപ്പെട്ടും നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാമോ ദൈവവനെ ആദരിച്ചതുമില്ല എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും നമ്മുടെ പാപം നിമിത്തം മുറിവെറ്റുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യമൊന്നും ഇരിക്കുന്നു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. യഹോവ നമ്മുടെ എല്ലാം അകൃത്യം അവന്റെ മേൽ ചുമത്തി. തന്നെത്താൻ താഴ്ത്തി വായ തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ അത്ഭുത ആലോചനക്കാരൻ, വീരനാം ദൈവം, നിത്യയുടെ പിതാവ് ഇതാ ഇഞ്ചിഞ്ചായി പീഡിപ്പിക്കപ്പെടുന്നവനായി, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപനായി കിടക്കുന്ന കാഴ്ച യെശയ്യാവ് കൊണ്ട് കാട്ടിക്കൊടുത്തപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാതെ മനസ്സു മരവിച്ച ശരീരത്തോടെ കാത്തിരുന്ന ആ ജനതയുടെ പേരാണ് ജൂതൻ. പക്ഷേ അവനെ നമ്മൾ കണ്ടു, ഉൾക്കൊണ്ടു. അവനെ കണ്ടു, തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവിൻ്റെ വചനത്തിൻ്റെ പേരാ സുവിശേഷം. അത്ഭുത ജനനത്താൽ യേശുവിനെ കാണാൻ പോയ ധാരാളം മനുഷ്യരുണ്ട്. അവർ കണ്ട കാഴ്ചക്കാൾ വലുതാ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കണ്ടവൻ്റെ മഹിമ. ഹല്ലേലൂയ. ഞാൻ പറയും, യേശു ഇഹലോകത്തിൽ വന്ന് ചെയ്ത പ്രവൃത്തികളിൽ കണ്ണിന് ചേതോകരമായ കാഴ്ചകൾ നിരവധിയുണ്ട്. എത്ര ആനന്ദമാണ്! ഗലീലിയ കടലങ്ങളുടെ ഓടങ്ങളുടെ മീതെ അവൻ നഗ്നപാതനായി നടന്നു വരുന്ന കാഴ്ച, അത് മനോഹരം തന്നെ, സംശയമില്ല. മനോഹരമാണ്. അവൻ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തി വടുക്കൽ നിറഞ്ഞ ശരീരം ഏറ്റവും സുന്ദരമാക്കി വിടുന്ന കാഴ്ച. മഗ്ദലീന എന്ന ആ സ്ത്രീക്ക് കൊടുക്കുന്ന സൗഖ്യം, സാന്ത്വനം, അതൊക്കെ മനോഹരമാണെങ്കിലും ക്രിസ്ത്യാനിത്വത്തിന്റെ തേജസ്, അതിന്റെ ചൈതന്യം ഊറ്റിയെടുക്കേണ്ടതേ രോഗസൗഖ്യത്തിൽ നിന്നല്ല, അത്ഭുത പ്രവൃത്തികളിൽ നിന്നല്ല, ക്രൂശിൽ അവൻ അനുഷ്ഠിച്ച പരമയാഗത്തിന്റെ ചൈതന്യത്തെ ഉൾക്കൊള്ളുന്ന ശ്രേഷ്ഠകരമായ അനുഭവമാണ് ആത്മീകൻ യേശുവിനെ ദർശിക്കുന്ന ഇടം. അതുകൊണ്ട് ആ ക്രൂശും ക്രൂശിതനെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ രാത്രി ഞങ്ങൾ അവനിൽ നിക്ഷിപ്തമായ സുവിശേഷത്തിന്റെ മഹിമ ഈ ദേശത്തോട് ഇങ്ങനെ വിളംബരം ചെയ്യട്ടെ. മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ചേതോഹരമായ നാമം, മനോഹരമായ നാമം, യേശു ക്രിസ്തുവിന്റെ നാമം ഞാൻ ഉയർത്തപ്പെട്ടാൽ സകലരും എങ്കിലേക്ക് ആകർഷിക്കപ്പെടുമെന്നറിയ നസ്രായനായ യേശുവിനെ ഞങ്ങൾ ഇന്ന് രാത്രി ഉയർത്തുന്നു. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ജൂതന്മാർക്കതൊന്നും
അങ്ങനെ അങ്ങോട്ട് വശപ്പെട്ടില്ല. നമുക്കത് മനസ്സിലായത് ഇങ്ങനെ നമ്മുടെ രക്ഷകൻ വന്ന് ക്രൂശിൽ മരിക്കുന്നൊക്കെ മനസ്സിലായത് ഈ തിരുവെഴുത്ത് തന്ന വാഗ്ദാനങ്ങളുടെ നിവൃത്തി കൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് ആ രാജ്യവും നീതിയും ഒന്ന് തേടിപ്പോണം. യേശു വിഹലോകത്തിൽ വന്ന് പഠിപ്പിച്ച പ്രധാനപ്പെട്ടൊരു വിഷയമാണ് ദൈവരാജ്യം. സത്യത്തിൽ ഹൈസ്കൂളിലൊക്കെ ആദ്യം പഠിക്കേണ്ടത് ഇതാണ്. അപ്പോൾ ഇതിന് പകരം നമ്മുടെ AMBG പാസ്സൊക്കെ പഠിപ്പിക്കുന്നത് എന്താ? നിഷ്പാപയുഗം, പിന്നെ ഇപ്പോൾ എന്തോന്നാ കൃപായുഗമോ? ക്ഷമിക്കണം, ഞാനിതിലൊരു യുഗവും ബൈബിളിൽ കണ്ടിട്ടില്ല. എന്നോടൊരുത്തൻ ചോദിച്ചു, ഈ മധ്യാകാശ വാഴ്ച സാറിന് വിശ്വാസമില്ലെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞു ബൈബിളിൽ അങ്ങനെ ഒരു പദമില്ല എന്ന് കാണിച്ചതാ. ബൈബിളിൽ ഇല്ലാത്ത പലതും നമ്മൾ സങ്കല്പിച്ച് വെച്ചിട്ടുണ്ട്. തെളിവ് പറയാം. നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെ എൻ്റെ ഓർമ്മയ്ക്കായി. അങ്ങനെ ബൈബിളിലുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കിന്ന് കൂടാൻ പറ്റുമോ? ഇപ്പോൾ ചെയ്യണ്ടേ? മണർകാട് ജംഗ്ഷനിൽ ജേക്കബ് എബ്രഹാം പാസ്റ്റർ ഞാനിവിടെ കണ്ടാൽ അങ്ങേരെ അപ്പവും കൊണ്ടുവരണം, ഞാൻ വൈനും കൊണ്ടുവരണം. കൂടി വരുമ്പോഴൊക്കെ ചെയ്യണ്ടേ? ബൈബിളിലുണ്ടോ? കണ്ടോ? നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും കിടക്കാൻ ഉണ്ടെന്ന്. ബൈബിളിലില്ല. ആരോ തെറ്റിദ്ധരിപ്പിച്ചത് നമ്മൾ തലമുറയായി പറഞ്ഞുകൊണ്ടിരിക്കുക. മുതിർന്ന ആളുകൾക്ക് പോലും ഇതൊരു സംശയം മാറിയില്ല. ഇതുണ്ടെന്നൊന്ന് കാണിച്ചു തന്നാൽ 10,000 ഉറുപ്പിക നിങ്ങൾക്ക് എന്തരാം. കൂടി വരുമ്പോഴൊക്കെ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് കർത്തൃമേശ നടത്താനുണ്ടോ? ഇല്ലയെന്ന് വേറൊരു വാക്യം തെറ്റിക്കുന്നറിയോ? ആ മലയിലുമല്ല ഈ മലയിലുമല്ല എന്നല്ലോ പറയും. ഈ മലയിൽ യെറുശലേമിലുമല്ല. ഇതാ ശരി. പാട്ടുകാർ തെറ്റിക്കുന്നൊരു സാധനമാണ്. രാജാവ് ഉള്ളിടത്ത് രാജകോല ജോഷി ഇതെല്ലാം ചെയ്യുന്നത്. ആ സൗണ്ടിൻ്റെ അടുത്തിരിക്കുന്നത് രാജാവ് ഉള്ളിടത്ത് രാജകോലാഹലം ഉണ്ടെന്ന്. ആ സൗദി അറേബ്യയിലും UAE പാനൊക്കത്തില്ല. രാജാവുണ്ട്, കോലാഹലം കാരണം പാനൊക്കോ? അങ്ങനെയും ബൈബിളിലില്ല. അങ്ങനെ ഒരു പാട്ട് തന്നെ ഇവരുണ്ടാക്കിയിട്ടുണ്ട്. രാജാവ് ഉള്ളിടത്ത് രാജ കോലാഹലം ഉണ്ടെന്ന്. അങ്ങനെയാണോ? അതുകൊണ്ട് ഞാൻ ഈ ബൈബിളിലെ വാക്യങ്ങൾ പറഞ്ഞു പോയാൽ അധ്യായമേ പറയൂ. ആ കൃത്യം റെഫറൻസ് ചിലത് പറയാത്തത് നിങ്ങളൊന്ന് താഴെ മൂലമുള്ളത് വായിക്കണം. ഇടയ്ക്കൊന്ന് കയറി വായിച്ചാൽ തെറ്റിപ്പോവും. ഞാൻ അടുത്ത കാലത്ത് ഒരു അനൗൺസ്മെൻറ്റ് വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നല്ല പിള്ളേരാ, യൂത്തിൻ്റെ കുട്ടികൾ പറഞ്ഞുകൊണ്ട് പോവാണ്. ആ സഭയുടെ പേരും എല്ലാം പറഞ്ഞു. നമുക്കിപ്പോൾ തൽക്കാലം ചർച്ച കൂടൊന്നങ്ങ് പറയാം. ഇവിടെ നിൽക്കുന്നുണ്ട്. തിരുവഞ്ചൂർ ഇന്ത്യ ചർച്ചക്കോട് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ അടുത്തത് മദ്യം, മയക്കുമരുന്ന്, പീഡനം, സാമൂഹ്യ തിന്മ, ഇത്രയും പെടുന്നതിന് വണ്ടി 2 കിലോമീറ്റർ ചെല്ലും. ഞാൻ വണ്ടി വീട്ടിൽ പോയിട്ട് അമ്മമാരെ തടഞ്ഞു. ഞാൻ നിങ്ങളെന്തോ ഈ പറയുന്നത്? വല്ലവരും കേട്ടാൽ ഓർക്കും ഇവിടെ ഇതെല്ലാം കിട്ടുമെന്ന്. എന്നിവയ്ക്കെതിരെയുള്ള ബോധവൽക്കരണം എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഇവിടെ ചെന്നു 5 കിലോമീറ്റർ അകലെ. ഇതുപോലെ ബൈബിളിലെ വാക്യം പാതി മുറിച്ച് പറയുന്നവരുണ്ട്. അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ എന്തോ അല്ലല്ലെന്ന് ആദ്യം കേൾക്കുന്നതിന് എന്തോ ഇങ്ങനെയാണോ ഒരു ഡയലോഗ് തുടങ്ങണ്ടേ? അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ എന്തോ അല്ല എന്ന് പറ. മനസ്സിലാകുന്നോ? തിരുവെഴുത്തുകളെ പരിശോധിക്കണമെന്ന്. അങ്ങനെ തന്നെയോന്ന് പരിശോധിക്കണം. ഹല്ലേലൂയ. സന്തോഷമല്ലേ? അപ്പോൾ നമുക്ക് യേശുവിൻ്റെ പഠിപ്പിക്കലിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് രാജ്യം, ദ കിങ്ഡം ഓഫ് ഗാഡ്. ഈ ദൈവരാജ്യം എന്ന ആ പഠനത്തിൽ വളരെ കാര്യമായി പഠിക്കാൻ ഒരു വസ്തുതയുണ്ട്. 2 തലമുണ്ടതിന്. ഒന്ന് വിസിബിൾ കിങ്ഡം ഓഫ് ഗാഡ്, 2 ഇൻവിസിബിൾ കിങ്ഡം ഓഫ് ഗാഡ്. ഒന്ന് നിങ്ങൾ കണ്ട സ്വർഗരാജ്യം, 2 ഇതുവരെ കണ്ടിട്ടില്ലാത്തതും ഒരിക്കൽ വെളിപ്പെടാൻ പോകുന്നതുമായ സ്വർഗരാജ്യം. അങ്ങനെ 2 തലമുണ്ട് ഇതിന്. കർത്താവ് പറഞ്ഞു, ദൈവരാജ്യം ശക്തിയോടെ വരുവോളം മരണമാസ്വദിക്കാത്തവർ നിങ്ങൾക്കിടയിലുണ്ട്. ആ കേട്ട കക്ഷികളാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഉണ്ടോ? ഇല്ല. ഞാൻ ഒരിടത്ത് പറഞ്ഞു,
ഈ രോഗശാന്തി അന്ന് കിട്ടിയ മനുഷ്യരെ പോട്ടെ ഉയർത്തെഴുന്നേറ്റവർ പോലും പിന്നെ മരിച്ചു. അങ്ങനല്ലേ? ബെഥാനിലെ ലാസറും യായിറോസിൻ്റെ മകളും ഒക്കെ മരിച്ചു. ഒരുത്തനോട് പറയുക, ബൈബിളിൽ തെളിവില്ലാത്ത കാര്യം പറയരുതെന്ന്. നിങ്ങളോട് ആരാ പറഞ്ഞത് യായിറോസിൻ്റെ മകൾ മരിച്ചെന്ന്, ലാസർ മരിച്ചെന്ന്? ഞാൻ പറഞ്ഞു, എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടുവരാം. നിങ്ങളൊന്ന് സൂചിപ്പിച്ചാൽ മതി, ഞാൻ വിസ കൊടുത്ത് കൂടെ ഇറക്കാം. അവർ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ടോ? ഇല്ല എന്ന്. അപ്പം മരിക്കുമെന്ന് പറയാൻ ആരും, ഉയർത്തെഴുന്നേറ്റാലും മരിക്കും എന്നതുപോലെ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രസംഗം കേട്ടിട്ട് ചോദ്യം വന്നവരോട് പറയുക, ദൈവരാജ്യം ശക്തിയോടെ വരുവോളം മരണം ആസ്വദിക്കാത്തവർ നിങ്ങൾക്കിടയിലുണ്ട്. ആ കേട്ട കക്ഷികളൊക്കെ മരിച്ചു. ദൈവരാജ്യം വന്നോ? അപ്പോൾ യേശു പറഞ്ഞത് തെറ്റിയോ? തെറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെന്താ? അപ്പോൾ ഇതൊന്ന് ഗ്രഹിക്കണം. ദൈവരാജ്യമെന്ന് പറയുന്നത് വ്യാഖ്യാനിച്ച് പറയുന്നുണ്ട്, അത് ഭക്ഷണമല്ല, പാനീയമല്ല. ഇതിനിടയ്ക്ക് മറ്റൊന്നുകൂടി യോഹന്നാനെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയ മനുഷ്യൻ യോഹന്നാൻ, സ്വർഗരാജ്യത്തിലേറ്റവും ചെറിയവൻ യോഹന്നാനേക്കാൾ വലിയവൻ. യഹോവ സാക്ഷിക്കാരൊക്കെ നമ്മളോട് ചോദിക്കും, അപ്പോൾ യോഹന്നാൻ സ്വർഗരാജ്യത്തിലുണ്ടോ? ഞങ്ങൾ തറപ്പിച്ച് മറുപടി പറഞ്ഞോണം, ഇല്ലെന്ന് തന്നെ പറഞ്ഞോണം. പിന്നെ അവിടെ നരകത്തിൽ പോവോ? അതുമില്ല. പിന്നെ എവിടെ പോകും? അത് പറയാം. ശ്രദ്ധിച്ചിനിയുള്ള കാര്യം ഒന്ന് കേൾക്കണം. സന്തോഷമാണോ? ശ്രദ്ധിച്ചിരിക്കണം. ആദ്യം ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്, ചിന്താക്കുഴപ്പം. അങ്ങനെ ആ വചനം പഠിക്കുമ്പോൾ ആദ്യം ചിന്താക്കുഴപ്പമുണ്ടാകണം. അതിൽ നിന്ന് ആ ചിന്തയിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ദൈവരാജ്യം ഒന്ന് നിർവചിക്കാം. ദൈവരാജ്യം എന്തല്ല? വചനം പഠിപ്പിക്കുക, അത് ഭക്ഷണമല്ല, പാനീയമല്ല. പക്ഷെ നമ്മൾ പഠിച്ച സ്വർഗത്തിൽ ഭക്ഷണവും പാനീയവും ഉണ്ട്. ഉണ്ടോ? ഉണ്ടെന്ന്. എന്താ തെളിവ്? ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കാണാൻ കൊടുക്കുന്നല്ല, ഭക്ഷിക്കാൻ കൊടുക്കും. അങ്ങനല്ലേ? ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. കുഞ്ഞാടവരെ മേയിച്ചുകൊണ്ട് ജീവജലത്തിൻ്റെ ഉറവകളിലേക്ക് കൊണ്ടുപോകും. എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിലല്ലാതെ ഞാനിനി മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ നിന്ന് കുടിക്കുകയില്ല. അപ്പോൾ കുടിക്കാൻ കിട്ടും, ഭക്ഷണം കിട്ടും, പാനീയം കിട്ടും. പക്ഷെ ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല. ചുരുക്കത്തിൽ നിങ്ങളുടെ ചിന്താക്കുഴപ്പം വർദ്ധിച്ചു. അത് പരിഹരിച്ചിട്ട് വേണം ആ രാജ്യത്തിൻ്റെ നീതി ഒന്ന് പരിശോധിച്ച് പോകാൻ. ദൈവരാജ്യം എന്തല്ല? ഭക്ഷണമല്ല, പാനീയമല്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത വചനത്തിൽ പറയുക, നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷം. എന്നിട്ട് പറഞ്ഞു തന്നു, അത് നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടെന്ന്. അപ്പം നിങ്ങളുടെ ഇടയിലുള്ളതും നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമുള്ള ആ ദൈവരാജ്യം ഏതാ? നമ്മുടെ ഇടയിലുണ്ടല്ലോ. ഒറ്റ വാക്കിൽ പറയാം, അതിൻ്റെ പേരാണ് സഭ. മനസ്സിലായോ? മനസ്സിലായോ? നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷം. സഭയുടെ മഹത്വം ഭക്ഷണമല്ല, പാനീയമല്ല, ഭൗതിക വസ്തുക്കളല്ല, ഹാൾ AC ആണോ എന്നുള്ളതല്ല, എത്ര കുടുംബം വരുമെന്നുള്ളതല്ല, എത്ര കളക്ഷൻ വരുമെന്നുള്ളതല്ല. നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷം. അതാണ് ദൈവരാജ്യം. അത് ശക്തിയോടെ വന്നു. അത് ശക്തിയോടെ വന്ന സ്ഥലം ഏതാണെന്നറിയണ്ടേ? അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലൊരു ശബ്ദം, അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. ഓരോരുത്തൻ്റെ മീതെ പതിഞ്ഞു. ആത്മാവ് അവർക്ക് ഉച്ചരിക്കാൻ നൽകിയതുപോലെ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. കണ്ടോ ശക്തിയോടെ വന്നത്? ശക്തിയോടെ വന്നപ്പോൾ അതിൽ 11 പേര്
പണ്ട് യേശുവിൻ്റെ പ്രസംഗം കേട്ടവർ അതിനകത്തങ്ങ് കയറി. ഒരുത്തിന് കയറാൻ പറ്റിയില്ല, അവൻ മരിച്ചുപോയി. അവൻ്റെ പേരാണ് യൂദ. ആത്മഹത്യ ചെയ്തു. ദൈവരാജ്യം ശക്തിയോടെ വരുവോളം മരണം ആസ്വദിക്കാത്തവർ നിങ്ങൾക്കിടയിലുണ്ട്. ശക്തിയോടെ ദൈവരാജ്യം വന്നപ്പോൾ അതിലേക്ക് 11 പേരും കേട്ടുനിന്ന നിരവധി പേരും ഇതിനകത്തായി. സന്തോഷമുണ്ടോ? നമ്മുടെ യോഹന്നാൻ അതിനകത്തില്ല. ഇല്ലാത്തതിൻ്റെ കാര്യം എന്താ? ആൾ നമ്മുടെ പുള്ളിയല്ല, ആൾ പഴയ നിയമത്തിൻ്റെ പ്രതിനിധിയാണ്. എന്താ തെളിവ്? ന്യായപ്രമാണവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ. അതാ കാരണം. അപ്പോൾ പുള്ളിക്ക് അങ്ങനത്തെ നമ്മുടെ കൂടെ അല്ല, ചർച്ചകോടിലില്ല. മനസ്സിലായോ? അദ്ദേഹത്തിന് മാത്രമല്ല, അബ്രഹാമിനോട് അംഗത്വമില്ല, ഇസഹാക്കൻ അംഗത്വമില്ല, ദാവീദിന് അംഗത്വമില്ല. ഫോം പൂരിപ്പിച്ചെന്നാൽ പോലും എടുക്കുകയില്ല. വേറെ പണക്കുണ്ടായിട്ടല്ല. നിങ്ങളേ മണവാളൻ്റെ സ്വന്തക്കാരും ഇത് മണവാളൻ്റെ കാന്തയും. മനസ്സിലായില്ലേ? കാന്തകെന്നറിയപ്പെടുന്ന ഗ്രൂപ്പിൽ ഈ കക്ഷികളില്ല. ഇപ്പോൾ പിടികിട്ടിയല്ലോ. മണവാളൻ്റെ തോഴമക്കാർ, സ്വന്തക്കാർ, വേണ്ടപ്പെട്ടവർ. നമ്മളിവിടെയാ കാന്ത. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ അബ്രഹാമിൻ്റെ ദൈവമേ, ഇസഹാക്കിൻ്റെ ദൈവമേ, യാക്കോബിൻ്റെ ദൈവമേ നല്ല വരേണ്ടത് എൻ്റെ ദൈവമേ എന്നാണ്. നമ്മുടെ ബന്ധത്തിൻ്റെ ആധിക്യം പറയണ്ടേ? അബ്രഹാം ദൂരത്തുനിന്ന് കണ്ട് അഭിമന്ദിച്ചവനെ, ഇസഹാക്കിൻ്റെ ഭയമായവനെ നമ്മൾ വിളിക്കുന്നത് പിതാവേ. വ്യത്യാസം മനസ്സിലായോ? അപ്പോൾ ആരാ വലിയ മനുഷ്യർ? നമ്മളാണ്. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ ദാണ്ട യോഹന്നാനേക്കാൾ വലിയവൻ. മനസ്സിലായോ വചനം? അത് ക്ലിയറായിട്ട് മനസ്സിലാവും. ഇനി ആ രാജ്യത്തിൻ്റെ നീതി ഞാനൊന്ന് വിശദമാക്കി തരാം. സന്തോഷമല്ലേ? സന്തോഷമാണോ? അതിലേക്ക് വരാം. പ്രിയപ്പെട്ടവരെ, നീതിക്ക് വിശന്ന് ദാഹിച്ച് എത്രയോ മനുഷ്യരുടേതാണ് ഈ ലോകം. എത്രയോ പോരാട്ടങ്ങളുടേതാണ് ഈ ലോകം. നീതിക്കായുള്ള ആ അധ്വാനത്തിൻ്റെ ഇടയിൽ എത്ര പേർക്കത് കിട്ടി? നമുക്കറിയാം. വലിയ ജോലി ചെയ്തിട്ട് കാര്യമായി വേതനം ലഭിക്കാത്ത എത്ര ആളുകൾ. കേരളത്തിലെ നേഴ്സസ് എത്ര കഠിന ജോലിയാണ് അതുങ്ങൾ ചെയ്യുന്നത്. അവരുടെ സമരമായിരുന്നു അടുത്ത കാലത്ത്. വാസ്തവത്തിൽ നമ്മുടെ പ്രാണനെ രക്ഷിക്കാൻ, നമ്മളെ സഹായിക്കാൻ, രോഗാണുക്കളുടെ നടുവിൽ, അത്തരം ആപത്കാരിയായ ജീവൽ പ്രശ്നങ്ങളുടെ നടുവിൽ വന്നു നമുക്ക് വേണ്ടി നിൽക്കുന്ന, രോഗിയുടെ തിരിച്ചുള്ള വാക്കുകൾ കേൾക്കേണ്ടി വരുന്ന കഠിനമായൊരു ജോലി. പക്ഷേ ആ നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർക്ക് നമ്മൾ എത്രയാണ് മാസം കൊടുക്കുക? ഇനിയുണ്ട്. 2-3 കുഞ്ഞുങ്ങൾ ഏറ്റവും ഫ്രണ്ടിൽ ഇരിപ്പുണ്ട് ഇവിടെ. 3 അല്ല 6 പേരുണ്ട്. 3 പേര് യൂണിഫോമിലും 3 പേര് സിവിൽ ഡ്രസ്സിലും ഇവിടെ ഇരിപ്പുണ്ട്. ഈ 3 പേരെ നിങ്ങൾ കുറച്ച് നാളൊന്ന് കൈകാര്യം ചെയ്ത് നോക്കിക്കുക. എന്തൊരു കട്ടിയാണെന്നറിയോ? സഹിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് 30-40 കുട്ടികളെ പഠിപ്പിക്കുന്ന അംഗനവാടിയിലെ ടീച്ചർക്കും എന്തോ ആശാ വർക്കറോ ഇവർക്കൊക്കെ എന്താ ചെയ്യണ്ടേ? ഇവർക്കായി ശമ്പളം എല്ലാം കൊടുക്കണ്ടേ? ഒരു MLA ഇത് പ്രസംഗിച്ച് കേട്ടില്ല, ഒരു സ്ഥാനാർത്ഥി. ഇവർക്ക് അന്ന് പണം കൂടുതൽ കൊടുക്കണ്ടേ? ക്ഷമിക്കണേ, ഈ പണിയെടുക്കുന്നവന് ശമ്പളം കൊടുക്കുന്ന രാജ്യങ്ങൾ ഏതാണെന്ന് കേട്ടാൽ നിങ്ങൾ നടുങ്ങും. ജോലി ചെയ്യുന്നവന് ശമ്പളം കൊടുക്കുന്ന രാജ്യങ്ങൾ അമേരിക്ക, UK, ഓസ്ട്രേലിയ. നമ്മൾ പറയുമ്പോൾ പറയും അമേരിക്കക്കാരൻ മോശം, UK ശരിയല്ല, ബ്രിട്ടീഷുകാർ അങ്ങനെ ചെയ്തു. നല്ല ശമ്പളം, ഡോക്ടറേക്കാൾ ശമ്പളം നേഴ്സിന്. മാത്രമല്ല നേഴ്സിനോട് കൽപ്പിക്കാനൊക്കത്തില്ല. സ്റ്റെതസ്കോപ്പ് എടുത്തുകൊണ്ട് പോവാ, തെർമോമീറ്റർ കൊണ്ടുപോവാ, ഇതെന്നാ നോക്കാഞ്ഞ്? സാറ് വേണേ നോക്കിക്കോണം. ഇവിടെ പറഞ്ഞ മാനുവലിനകത്ത് ജോലിയുണ്ട്, അത് മാത്രം ചെയ്താൽ മതി. രസം കേൾക്കണോ? ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഇങ്ങോട്ട് വന്നാൽ അവരെ റൂം ക്ലീൻ ചെയ്യാനൊന്നും അവിടെ ഒന്നും ആരുമില്ല, സ്വന്തമായിട്ട് ചെയ്തോണം. ചിന്നമ്മയെ ചായ എടുക്കാൻ പറഞ്ഞാൽ അവിടെ ചിന്നമ്മയൊന്നുമില്ല ചായം കൊണ്ടുവരാൻ. അവിടെ കോഫി മെഷീനൊക്കെ ഉണ്ട്, വേണം ഇട്ട് കുടിച്ചോണം.
നമുക്കങ്ങനെ സേവനം ചെയ്യാൻ തല കുനിക്കേണ്ടി വരാത്ത തൊഴിലാളികളുള്ള സ്ഥലമാണ് ഈ സ്ഥലമെന്ന് കേട്ടാൽ നിങ്ങൾ നടുങ്ങും. ഓട വൃത്തിയാക്കുന്നവന്, മരം മുറിക്കുന്നവന്, മുടി വെട്ടുന്നവന്, കഷ്ടപ്പെട്ട ജോലി ചെയ്യുന്നവന് നമ്മൾ ഈ വാച ഓടിക്കുന്ന നാട്ടിലൊന്നും ശമ്പളമില്ല. ഇതൊക്കെ കിട്ടുന്ന എവിടാ? നമ്മൾ ഈ കുറ്റം പറയുന്ന സാഹിബിൻ്റെ നാട്ടിലാണ്. ഡ്രൈവർക്ക് വിലയും നിലയും മാത്രമല്ല 6, 7, 8 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന സ്ഥലം ഈ പറഞ്ഞതാ. എഞ്ചിനീയറിലെ ടൈയും സൂട്ടും കെട്ടി വരുന്ന എഞ്ചിനീയറേക്കാൾ ശമ്പളം മേസ്തിരിക്ക് കിട്ടുന്ന, കെട്ടിടം പണിയുന്ന, തേക്കുന്ന മനുഷ്യന് കിട്ടുന്ന സ്ഥലം ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസാണ്. ഒരു സന്തോഷമില്ലേ? നമ്മൾ ചില ആൾക്കാർ പറയില്ലേ, നിങ്ങളെല്ലാം ഇവിടം വിട്ടു പോകണം അമേരിക്കയ്ക്ക്. നിങ്ങൾ വിട്ടു നോക്ക്, പോയില്ലോ എന്നറിയാം. നമ്മളെല്ലാം പോയനെ പണ്ടേ. എന്നെ തിരിച്ച് കേൾക്ക്. ഈ കൺവെൻഷൻ കഴിയുമ്പോൾ നമ്മുടെ പാസ്റ്റർ KC ജോസഫ് നമുക്കെല്ലാം ഓരോ ചായ തരുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഓരോ ചായ തന്നൊന്ന് കൂട്ടുക. സങ്കല്പിക്കാനേ പറഞ്ഞുള്ളൂ. ഈ ഇലക്ഷന് മുമ്പ് ആര് ജയിക്കും എന്നൊക്കെ ഉള്ള സങ്കല്പം വരികയില്ല എന്ന് പറഞ്ഞ പോലെ സങ്കല്പിക്കുക. ചായ കുടി കഴിഞ്ഞ് ഈ ഗ്ലാസ് ഇവിടെ വലിച്ചെറിഞ്ഞാൽ, ഈ ഗ്ലാസ് വലിച്ചെറിയുന്ന നിങ്ങളെ നാട്ടുകാരൻ വിളിക്കുന്ന സാറേന്ന്. 4 മണിക്കാറ്റിൻ്റെ അടുത്ത് പോയി ചായ കുടിച്ചിട്ട് ഗ്ലാസ് അവിടെ ഇട്ട് നോക്കിയോ സകലരും സാറേന്ന് വിളിക്കുകയുള്ളൂ. ആ ഗ്ലാസ് പെറുക്കി വൃത്തിയാക്കുന്ന മനുഷ്യനോട് ഏതാണ്ടൊരു വല്ലായ്മ നമുക്ക്. മാലിന്യം ഉണ്ടാക്കുന്നവൻ മാന്യൻ, അത് പെറുക്കി വൃത്തിയാക്കുന്നവൻ മോശം. ഇതാണ് ഇന്ത്യക്കാരന് പറ്റിയ അപാകത. ക്ഷമിക്കണം, സായിപ്പിനെ അപാകത ഇല്ല. നമ്മളീ കുറ്റം പറയുന്ന സായിപ്പിനെ നേരെ തിരിച്ചാണ്. കഠിനാധ്വാനം ചെയ്യുന്നവൻ അവിടെ ശമ്പളം, വൈറ്റ് കോളേഴ്സിന് അതിന് തക്കതായ പൈസയുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഇനി ഒന്നുകൂടി പറയാം. ഞാൻ ഈ ഡിബേറ്റൊക്കെ നടത്തുമ്പോൾ ആൾക്കാരനോട് ഇതൊക്കെ എന്തിനായി മനുഷ്യനെ വെറുപ്പിക്കാൻ? അപ്പം നിങ്ങൾ വെറുക്കുന്നുണ്ടോ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങൾ കുറേ സ്നേഹിച്ചിട്ട് എനിക്ക് എന്തോ ഗുണമുണ്ടായി. അതുകൊണ്ട് വെറുപ്പ് സ്നേഹമൊക്കെ അവിടെ നിൽക്കട്ടെ. ഒരു കാര്യം ഞാൻ ചോദിക്കാം. നമുക്ക് പൗരാണികങ്ങളായ നിരവധി സാഹിത്യങ്ങളുണ്ട്, ആശയങ്ങളുണ്ട്, തത്വചിന്തകളുണ്ട്, സംശയമൊന്നുമില്ല. ഈ മഹത്തരമായ തത്വചിന്തകളിൽ, ശ്ലോകങ്ങളിൽ, ആചാര്യന്മാർ പഠിപ്പിച്ച മൊഴികളിൽ, നീതിശാസ്ത്രങ്ങളിൽ എവിടെയെങ്കിലും മനുഷ്യനെ സ്നേഹിക്കാൻ പറയുന്ന ഒരു ശ്ലോകമുണ്ടെങ്കിൽ തരണം. ഒറ്റ ശ്ലോകം മതി. ഇല്ല. 2, തൊഴിലെടുക്കുന്നവനെ, പണിയെടുക്കുന്നവനെ ബഹുമാനിക്കണമെന്ന് പറയുന്ന ഒരു വചനമുണ്ടെങ്കിൽ തരണം. ഇല്ല. അന്നം വിളയിക്കുന്നവനെ, വഴി പണിയുന്നവനെ, വീട് പണിയുന്നവനെ, കഷ്ടപ്പെടുന്നവനെ, കർഷകനെ, ഈ മനുഷ്യനെ ആദരിക്കണമെന്ന് പറയുന്ന ഒരു ചിന്തയും ഒരാചാര്യനും ഇന്ത്യയെ പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നാൽ മതി, പിണക്കം തീർന്നു. ഞാൻ ഇതുപോലെ സ്റ്റേജിൽ നിന്ന് തിരിച്ചു പറയാം. ഇവിടെയാണ് ഞാൻ ഉയർത്തുന്ന പരമഗുരുവിൻ്റെ നീതി. ഇവിടെയാണ് യേശുക്രിസ്തുവിൻ്റെ വ്യത്യസ്തത. ഗലീലാക്കടൽ തീരത്തെ ആഞ്ഞടിക്കുന്ന ചെറുകാറ്റിൽ ആടി ഉലയുന്ന പടകുകൾ, വള്ളങ്ങൾ, അഷ്ടിക്ക് കഷ്ടപ്പെടുന്ന നിരവധി മത്സ്യത്തൊഴിലാളികൾ ആശികറ്റവരായി വടകും വലയുമൊക്കെ നന്നാക്കി അങ്ങനെ ജീവിക്കുന്ന മനുഷ്യരാശിയെ കണ്ടിട്ട് ആത്മാർത്ഥത വിളിച്ചു പറയുക, നിങ്ങൾ എൻ്റെ അരികിൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് നെഞ്ചോടവരെ ചേർത്ത് നിർത്തുക മാത്രമല്ല, അവരെ ലോകം കണ്ടതിൽ മഹാരഥന്മാരാക്കി മാറ്റിക്കൊണ്ട്, അവരെ കരുത്തുറ്റുള്ളവരായി മാറ്റിക്കൊണ്ട്, മനുഷ്യരെ ആകർഷിക്കുന്നവരാക്കി മാറ്റിക്കൊണ്ട്, അവിടുന്ന് തുടക്കം കുറിച്ച മഹാപ്രസ്ഥാനത്തിന്റെ പേരാ ക്രിസ്ത്യാനിറ്റി. അവിടുന്ന് മുമ്പോട്ട് വെച്ച ഉജ്ജ്വലമായ ആശയമാണ് ഈ സുവിശേഷത്തിന്റെ ശക്തിമത്തായ സിദ്ധാന്തങ്ങളിൽ അത് പഠിപ്പിച്ച മാതൃകാ പുരുഷനായ യേശു ക്രിസ്തു എന്ന യുഗപുരുഷനെ ഈ രാത്രി കർത്താവായി ജനഹൃദയങ്ങളുടെ നടുവിൽ ഉയർത്തിക്കാണിച്ചുകൊണ്ട് തേജസ്സേറിയ ആ സുവിശേഷത്തിന്റെ മഹിമ ഞങ്ങൾ വീണ്ടും ഉദ്ഘോഷിക്കട്ടെ. മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു ക്രിസ്തുവിന്റെ നാമം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ നാടെങ്ങനെയാണ്? പണിയെടുക്കുന്നവനെ കണ്ടത്, കഷ്ടപ്പെടുന്നവനെ കണ്ടത്, ഡോക്ടറെ കണ്ടത്. നമ്മുടെ നാട് മാത്രമല്ല, പണ്ട് ഗ്രീസ് അടിമത്തം നിലനിന്ന പല രാജ്യങ്ങളിലും ഡോക്ടർമാർ പോലും അടിമകളായിരുന്നു. ലൂക്കോസ്, ബൈബിളിൽ ഒരു വിശക്കുരനുണ്ടല്ലോ ഡോക്ടർ,
അടിമയാ തയോഫിലോസ് എന്ന് പറയുന്ന ഒരു വലിയ ധനാഢ്യൻ്റെ. അങ്ങനെ ചിന്താശേഷിക്ക് കഷ്ടപ്പെടുന്നവർക്ക്, ബുദ്ധിമുട്ടുന്നവർക്ക് പരിഗണന കൊടുക്കാത്ത ഒരു ഭൂതകാലത്ത് ലോകത്തിലെ സകല തത്വശാസ്ത്രങ്ങളും അവിടെ പരാജയപ്പെട്ട് അറച്ചു നിന്നെടുത്താണ് 2000 ആണ്ടുകൾക്ക് മുമ്പ് ഒരുവൻ ഒറ്റക്ക് നെഞ്ചു വിരിച്ചു നിന്ന് അവരെ തന്നോട് ചേർത്തുകൊണ്ട് നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാകുമെന്ന് പറഞ്ഞപ്പോൾ നിരക്ഷര കുക്ഷികൾ, അക്ഷരം പറയാൻ അറിയത്തില്ലാത്തവർ, പ്രസംഗകരല്ലാത്തവർ, ആയുധവിദ്യ വശമില്ലാത്തവർ, ഏതെങ്കിലും തരത്തിൽ നൈപുണ്യം സിദ്ധിച്ചിട്ടില്ലാത്ത ഒരുപറ്റം സാധുക്കളെ ഒപ്പം കൂട്ടിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തെ ഇളക്കുന്നൊരു കാലം വരും. ഇന്ന് രാത്രി വിശ്വാസത്തോടെ വചനം കേൾക്കുന്ന ഒരാളെങ്കിലും ഈ വചനം കേൾക്കുന്നവർക്കിടയിലുണ്ടെങ്കിൽ, ഈ കേൾവിക്കാർക്കിടയിൽ ഏറ്റവും എളിയ മനുഷ്യൻ നിങ്ങളാകാം, കുറവുകളുടെ സമാഹാരം നിങ്ങളാകാം, തുലനം ചെയ്യുമ്പോൾ പലതും എടുത്തു പറയത്തക്ക വിധത്തിൽ ഇല്ലാത്ത കുടുംബം നിങ്ങളുടേതാകാം, സഹപ്രവർത്തകരും വേണ്ടപ്പെട്ടവരും ഒക്കെ നല്ല നിലയിൽ പച്ച പിടിച്ച് കാണാം, ദേശത്ത് ഒറ്റപ്പെട്ട് പോയി കാണാം, സമാഹരിക്കാൻ സ്വത്തുക്കളൊന്നും ബാങ്ക് ബാലൻസ് ഒന്നും ഇല്ലെന്ന് വരാം. പക്ഷെ യേശുവിനെ അറിയുന്ന നിങ്ങളുടെ ഹൃദയത്തിനെ, ജീവിതത്തിന് മാറ്റം വരുത്തുവാൻ നിശ്ചയമായും കഴിയുമെന്നുള്ളൊരു വാഗ്ദത്തത്തിന്റെ സമാഹാരമാ ഞാനും നിങ്ങളും കൈകാര്യം ചെയ്യുന്ന ഈ വിശുദ്ധ ലിഖിതം. അതിൽ സംശയിക്കേണ്ട. നമുക്ക് സന്തോഷത്തോടെ ആ വചനത്തെ അനുധാവനം ചെയ്യണം. ആ രാജ്യത്തിൻ്റെ നീതി ഒന്ന് അന്വേഷിച്ചു പോകണം. ഞാനൊരു വചനം ഒന്ന് വായിച്ച് നിങ്ങളെ കേൾപ്പിക്കാം. മക്കളെ വായിക്കണം. നമ്മുടെ ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 17-ാമത് വചനം ഒന്ന് വായിച്ചോളൂ. അത്ഭുതം തോന്നുന്നൊരു കാര്യം നിങ്ങൾക്ക് അവിടെ കാണാം. എത്രയോ നാൾക്ക് മുമ്പ് ഈ വചനം പറഞ്ഞു വെച്ചു. തിരുവെടുത്തൊന്ന് വെക്കണം. 1:17 ആവർത്തന പുസ്തകം. ന്യായവിസ്താരത്തിൽ മുഖം നോക്കാതെ ചെറിയവന്റെ കാര്യവും വലിയവന്റെ കാര്യവും ഒരുപോലെ കേൾക്കണം. നോക്കണേ, നിങ്ങൾ കോടതികളിൽ ചെന്നാൽ അവിടെ ഒരു സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരാൾ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കക്ഷിയുടെ കണ്ണിങ്ങനെ മൂടിക്കെട്ടിയേക്കുക. ഇങ്ങനെ മൂടിക്കെട്ടിയേക്കുന്ന അറിയണ്ടേ? മുമ്പിൽ നിൽക്കുന്ന ആൾ ആരാണെന്ന് അറിയണ്ട. ഈ കയ്യിലെ ചലനമനുസരിച്ച് എവിടെയാണ് വെയിറ്റ് കൂടുതലുള്ളതെന്ന് പറയണം. നീതിബോധമുള്ള ജഡ്ജായിരിക്കണമെന്ന്. ആ ജഡ്ജിനൊരു നിയമം വെച്ചിട്ടുണ്ട് കോടതിയിൽ. അതിനെന്താ പറയുന്നറിയണ്ടേ? ഓടി ആർട്ടം പാർട്ടം. എൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: ദ കോർട്ട് ഷുഡ് ബി ഒഡിബിൾ ടു ബോത്ത് സൈഡ്. പരാതി കൊടുത്തവൻ്റെയും പരാതി പറഞ്ഞവൻ്റെയും കുറ്റക്കാരൻ്റെയും വാദം ഒരുപോലെ കേൾക്കണമെന്ന്. 2 സൈഡും കേൾക്കണമെന്ന്. ഇത് എവിടെ നിന്നാണ് ലോക കോടതിയിൽ കിട്ടിയെന്ന് അറിയണ്ടേ? ആവർത്തനം 1:17. ഈ ലോകത്ത് ന്യായമായ വ്യവഹാരങ്ങൾക്കൊക്കെ എങ്ങനെ ഈ ബൈബിൾ ഇടപെട്ടു വന്നും ഈ രാജ്യത്തിൻ്റെ നീതി എന്തെന്നും ഞാൻ തുടർന്ന് അങ്ങോട്ട് വിശദീകരിക്കാൻ പോകുകയാണ്. അതിനു മുമ്പ് സ്വോത്ര കാഴ്ച ഇങ്ങോട്ട് പോരട്ടെ, ഒരു തടസ്സവും ഇല്ലാതെ. ബാക്കി നമുക്ക് പിന്നെ കാണാം. താങ്ക് യു. നീതിയുടെ തുല്യവിതരണത്തിൻ്റെ ഇത്തരം ചിന്തകൾ വിശുദ്ധ ബൈബിളിൻ്റെ ഏറ്റവും പൗരാണിക ലിഖിതങ്ങളിൽ കാണാം. തുല്യമായിരിക്കണം. നമുക്ക് ഇന്ത്യയുടെ ഒരു പശ്ചാത്തലത്തിലേക്ക് ഒന്ന് വരേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്ത് 1860 ഒരു നീതിന്യായ വ്യവസ്ഥ ശക്തിപ്പെടുന്നത്, ഒരു നിയമമുണ്ടാകുന്നത്. ആ നിയമമാണ് നമ്മളറിയുന്ന ഇന്ത്യൻ പീനൽ കോഡ്. ഇന്ത്യൻ പീനൽ കോഡും ഇന്ത്യൻ ഭരണഘടനയും 2 കാര്യങ്ങളാണ്. ചിലരത് തെറ്റിദ്ധരിക്കാറുണ്ട്. ഇന്ത്യൻ പീനൽ കോഡ് രൂപപ്പെടുന്നത് 1860 ലോർഡ് മെക്കോളെ പ്രഭുവാണ് അത് എഴുതി തയ്യാറാക്കുന്നത്. അതിൻ്റെ പേരാണ് IPC. അതിനെപ്പറ്റി വിവിധ സെഷനുകളുണ്ട്. അതാണ് ഇന്ന് നമ്മൾ ഭാരതീയ ന്യായ സംഹിത എന്ന പേരിൽ ആ നമ്പറുകളിൽ ചില ഭേദഗതിയോടുകൂടി ഉപയോഗിക്കുന്നത്. 1860 ഈ നിയമം വരും മുമ്പ് ഈ രാജ്യത്തെ ശിക്ഷാരീതി എങ്ങനെയായിരുന്നു? നാട്ടുരാജാക്കന്മാരുടെ മുമ്പിൽ ശിക്ഷയ്ക്ക് വരുന്ന പ്രതികളെ ശിക്ഷിച്ചിരുന്നത്, കുറ്റവാളികളെ ശിക്ഷിച്ചിരുന്നത്, അയാൾ ബ്രാഹ്മണനാണോ, ക്ഷത്രിയനാണോ, വൈശ്യനാണോ, ശൂദ്രനാണോ, ചണ്ടാളനാണോ ഇത്യാദി വിഭാഗീയതയ്ക്ക് അധിഷ്ഠിതമായിട്ടാണ്. കുറ്റവാളി ക്ഷത്രിയനെങ്കിൽ രാജാവാണ്, ആ കുലത്തിൽപ്പെട്ടവരെയാണ് ക്ഷത്രിയൻ.
അവർക്ക് നൽകുന്നത് ഒരു താക്കീതാണ്. വൈശ്യനും കുറ്റകൃത്യങ്ങളിൽ തല്ലോ തടവോ ഒക്കെ ലഭിച്ചിട്ടുണ്ട്. ശൂദ്രരുടെ അവസ്ഥ പരമദയനീയമായിരുന്നു. കാത് മുറിക്കുക, കൈ മുറിക്കുക, വേണ്ടി വന്നാൽ കൊലപ്പെടുത്തുക, ഇതായിരുന്നു. ഇനി കുറ്റം ചെയ്ത ആൾ കുറ്റകൃത്യം തെളിയിക്കുന്ന രീതി ചിന്താർഹമാണ്. ഒരു കുടത്തിനുള്ളിൽ ഒരു മൂർഖൻ പാമ്പിനെ അടച്ചിടുക, അതിനുള്ളിലേക്കൊരു മോതിരമോ നാണയമോ ഇട്ടിരിക്കും. അയാൾ പാമ്പിൻ്റെ കടിയേൽക്കാതെ ആ നാണയമെടുത്താൽ കുറ്റവാളി അല്ലെന്നാണ്. ഇത് എത്ര കണ്ട് സാധ്യമെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇത് ശൂദ്രന് മാത്രം വിധിക്കപ്പെട്ട ശിക്ഷയാണ്. ബ്രാഹ്മണർക്ക് വന്ന കുറ്റം തെളിയിക്കുന്ന രീതി രസകരമാണ്. ഇയാൾ കുറ്റവാളിയാണോ എന്നറിയാൻ ഇയാളുടെ തൂക്കമെടുക്കും. ആദ്യം തുലാസിലിരുത്തി, എന്നിട്ട് ഇയാൾ ചെയ്ത കുറ്റം ഒരു താളിയോലയിൽ എഴുതി ഇയാളുടെ കയ്യിൽ കൊടുത്തിട്ട് വീണ്ടും തൂക്കും. നമ്മൾ നോക്കണം, 75 കിലോ ഉള്ളൊരു മനുഷ്യനെ ഒരു തട്ടിലിരുത്തി തൂക്കി, രണ്ടാമത് ഇയാൾ ചെയ്ത കുറ്റം ഒരു പേപ്പർ പോലെയുള്ള താളിയോലയിൽ വെച്ച് തൂക്കിയാൽ തൂക്കത്തിന് വ്യത്യാസം വരില്ലെന്ന് നമുക്കറിയാം. കമ്പ്യൂട്ടറൈസ്ഡ് കണ്ടെത്തലൊന്നുമല്ല. ചുരുക്കത്തിൽ ഇയാൾ കുറ്റവാളിയല്ല. ഇയാളുടെ പേരിൽ കുറ്റം പറഞ്ഞവൻ ഈ മനുഷ്യനെ കുറ്റം പറഞ്ഞു എന്ന കാരണത്താൽ കോടതി വിധിക്കുന്ന സ്വർണ്ണ നാണയങ്ങൾ പിഴയായിട്ട് കൊടുക്കണം. ചുരുക്കി പറഞ്ഞാൽ പരാതി പറയാൻ വരരുത്, കുറ്റം ചെയ്താൽ പോലും കുറ്റവാളിയല്ല. ചികിത്സയിലുമുണ്ടായിരുന്നു ഇത്തരത്തിലെ വല്ലാത്ത അവസ്ഥാവിശേഷങ്ങൾ. എല്ലാവർക്കും ചികിത്സിക്കാൻ അർഹതയില്ല. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ക്രൈസ്തവർക്കും ഈ വൈദ്യന്മാരായിട്ടൊക്കെ പ്രമോഷൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് മരുന്നുമായിട്ടൊരു ബന്ധമില്ലാത്ത ചില ക്രൈസ്തവർക്ക് പേരിനൊപ്പം വൈദ്യൻ എന്ന പേരുണ്ടായത്. അങ്ങനെയാണ്. എൻ്റെ നല്ല ചില സുഹൃത്തുക്കളൊക്കെ ആ പേരുണ്ട്. അവർ മരുന്നായിട്ട് ബന്ധമുണ്ടായിട്ടല്ല, ചില കുലങ്ങൾക്ക് പതിച്ചു കൊടുത്ത പദവിയാണ്. ഇങ്ങനെയൊക്കെ നിലനിന്നിരുന്നു. അതിനു മുമ്പ് ഈ വൈദ്യമൊക്കെ ചെയ്യാൻ എല്ലാവർക്കും അവകാശമില്ല. അത് ചെയ്യുന്നവർക്കൊരു പ്രശ്നമുള്ളത്, പലപ്പോഴും ഇത് അന്ധവിശ്വാസ ജഡിലമാണ്. ഉദാഹരണം, പാമ്പ് കടി. പാമ്പ് കടിയേറ്റാൽ വിഷമിറക്കാൻ കഴിയുന്ന സിദ്ധിയുള്ള ആരെങ്കിലും ഉണ്ടെന്നും ഇയാൾ നിങ്ങൾ കടിച്ച പാമ്പിനെ അവിടെ വരുത്തും. ആലോചിച്ച് നോക്കി, നിങ്ങളെ പാമ്പ് കടിച്ചത് കുട്ടനാട്ടിൽ വെച്ചാണെങ്കിൽ അത്രയും ദൂരം വിടണം, നമുക്ക് തൽക്കാലം അടുത്തുള്ളൊരു സ്ഥലം എടുക്കാം. വെള്ളൂർ വെച്ച് പാമ്പ് കടിച്ചു, പാമ്പ് ജംഗ്ഷനെല്ലാം കടന്ന് കൃത്യമായിട്ട് ഗൂഗിൾ മാപ്പ് ഒക്കെ നോക്കി ഈ സ്ഥലത്ത് വരുന്നു, പാമ്പിൻ്റെ വിഷം എടുക്കുന്നു, പാമ്പ് തല തല്ലി ചത്ത് ക്ഷമ പറയുന്നൊക്കെയാണ് ഇതേ കാര്യം. തിരിച്ച് പാമ്പിനെ ഉപദ്രവിക്കാൻ പാടില്ല, കാരണം സർപ്പകോപം വരും. ഞാൻ അടുത്ത കാലത്ത് പറഞ്ഞു, ഈ സർപ്പകോപം വരികയാണെങ്കിൽ ഏറ്റവും അധികം വേണ്ട ചൈനയിലുള്ള മനുഷ്യർക്കാണ്. കാരണം അവർ തിന്നുന്ന ഈ സാധനം. നമ്മൾ മത്സ്യം കഴിക്കുന്ന ഈ സാധനം പച്ചയ്ക്കും ഫ്രൈ ചെയ്തും ഉണക്കിയും ഒക്കെ കഴിക്കുന്ന കക്ഷികളാണ് ചൈനക്കാർ. ഒരു കോപമില്ല, അവർ സാമ്പത്തികമായിട്ടൊക്കെ നല്ല അഭിവൃദ്ധിയിലാണ്, ഏതാണ്ട് അമേരിക്കയ്ക്ക് തുല്യമായിട്ടൊക്കെ വളർന്നു. ഇങ്ങനെയൊക്കെയാണ് ഈ രാജ്യം പോയിക്കൊണ്ടിരുന്നത്. ഇനി മറ്റൊന്നുകൂടി ലളിതമായിട്ട് പറയാം. നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന മറ്റൊരു അനീതിയുണ്ട്. നമ്മൾ ഈ അടുത്തൊക്കെ ധാരാളം സ്ഥലങ്ങൾ കാണാം. ആ സ്ഥലങ്ങളുടെ പേരോടുകൂടി ചിറ എന്ന് പേര് കാണും, ചേരി എന്ന് പേര് കാണും. ചങ്ങനാശ്ശേരി, അത് പറഞ്ഞ് ചങ്ങനാശ്ശേരി ആയതാണ്. ചങ്ങനാശ്ശേരി, അത് ചങ്ങനാശ്ശേരിയായി. അതുപോലെ കണ്ട് ചാത്തങ്കേരി, നമ്മുടെ കാവാലം പാസ്റ്ററൊക്കെ സ്ഥലത്തിൻ്റെ അടുത്താണത്. ചാത്തങ്കേരി, കുമരങ്കരി, ഇങ്ങോട്ട് മാറിയാൽ കണ്ണഞ്ചിറ, ചീരഞ്ചിറ, അങ്ങനെയൊക്കെ സ്ഥലങ്ങളുണ്ട്. എന്താ സംഭവം എന്ന് അറിയണ്ടേ? പണ്ട് ധാരാളം വയൽ പ്രദേശങ്ങളുള്ള ഒരു ജന്മി അപ്രതീക്ഷിതമായി പെയ്യുന്ന കോരിച്ചൊരിയുന്ന മഴയത്ത് വെള്ളം കയറി വയലൊക്കെ നശിക്കുന്നു. ഉയർന്ന പ്രദേശങ്ങളിലെ വയലിലെ ജന്മിക്ക് പ്രശ്നമൊന്നുമില്ല. അവൻ്റെ ഉൽപ്പന്നത്തിന് വില കൂടുമ്പോൾ ഇയാൾ ആദ്യം ചെയ്യുന്നത് ഇത്തരം ദോഷവൃത്തി തനിക്ക് ഭവിക്കാൻ കാരണമെന്തെന്നറിയാൻ ഒരു മന്ത്രവാദിയെ വിളിക്കും.
അയാൾ വന്ന് ഈ പ്രശ്നം കണ്ടെത്തുക മാത്രമല്ല അതിന് പരിഹാരം കൂടി പറയും. ഇത്രയും കനത്ത നഷ്ടം അങ്ങയ്ക്ക് വരാൻ കാരണം ഈ വയൽ മനുഷ്യൻ്റെ രക്തത്തിന് ദാഹിക്കുന്നു. ഇതിന് ചോര കൊടുക്കണം, രക്തം, അതിന് പ്രാണൻ കൊടുക്കണം, അതിന് മനുഷ്യനെ ഗുരുതി അർപ്പിക്കണം. തന്ത്രപൂർവം തൻ്റെ അടിമകളിൽ ഒരാളെ കൊണ്ടുവരും. ഈ വയലിൻ്റെ ഓരത്ത് ഒരു കുഴിയെടുക്കാൻ പറയും. താനെന്തിന് കുഴിയെടുക്കുന്നു എന്നറിയാതെ ഇയാൾ നിന്ന് കുഴിയെടുത്ത് കുഴി തീർന്നുവെന്ന വിവരം അറിയിക്കാൻ വരും. അപ്പോഴേക്കും യജമാനൻ അതിനുള്ളിൽ ഒരു തൂമ്പയോ എന്തെങ്കിലും ഒരു സാധനം ഇട്ടിട്ട് പറയും, നീ ഇന്ന സാധനം എടുത്തില്ല, അതിനകത്ത് കിടപ്പുണ്ടല്ലോ, എടുത്തേ, അങ്ങ് ഇറങ്ങിയെടുക്ക്. അവൻ ക്ഷമ പറഞ്ഞ് അതെടുക്കാൻ അതിനകത്തേക്ക് ചാടും. ഇയാളുടെ ശരീരത്തിലേക്ക് കല്ല് തള്ളിക്കിട്ടും, മണ്ണ് തള്ളിയിട്ടും, മണ്ണിട്ട് മൂടും. ബാക്കി ജോലിയൊക്കെ ഇയാളുടെ സഹോദരങ്ങൾ വന്നാൽ ചെയ്യണ്ടേ. ആദ്യത്തെ കല്ല് തള്ളിയിടാനേ പറ്റൂ. എത്ര മനുഷ്യരുടെ പ്രാണൻ ഈ വയലിൽ ഇങ്ങനെ കിടപ്പുണ്ടെന്നറിയണ്ടേ. ബണ്ടുറയ്ക്കാൻ മനുഷ്യ ശരീരം ഗുരുതി കൊടുക്കേണ്ടി വന്നത് അധികം അകലെയല്ല. കഷ്ടിച്ച് 80-100 കൊല്ലമൊക്കെ മുമ്പ് നമ്മുടെ നാട്ടിൽ നടന്ന സംഭവങ്ങളാണ്. അങ്ങനെ കണ്ണൻ്റെ ശരീരം ചവിട്ടിത്താഴ്ത്തിയിടത്ത് കണ്ണൻ ചിറയുണ്ടായി, ചീരനെ ചവിട്ടിത്താഴ്ത്തിയിടത്ത് ചീരൻ ചിറയുണ്ടായി, കുമരൻ കയറിയുണ്ടായി. ഇങ്ങനെ എത്ര മനുഷ്യർ നീതിക്ക് വിലപിച്ച് അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ദഹിച്ചു തീർന്നു. എത്ര കണ്ണീരുകൾ. ആരെയാ ചവിട്ടിയെന്നറിയണ്ടേ? അവൻ അന്നം വിളയിക്കുന്ന, തീന്മേശയെ വിഭവമാക്കുന്ന, ആ സിരാനരമ്പുകൾ ഓടുന്ന സകല രക്തത്തിനും ഹേതുവായ ആഹാരം വിളയിക്കുന്ന നിഷ്കളങ്ക മനുഷ്യനെ. അതന്ന് നിയമവിരുദ്ധമല്ല. കാരണം ഇവനെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന രേഖകൾ പലതും ആർക്കൈവ്സിലുണ്ട്. ആർക്കൈവ്സിലെ ഇത്തരം രേഖകൾ, പുരാരേഖകൾ പരിശോധിക്കണം. അതിലെഴുതിയിട്ടുണ്ട് എന്തൊക്കെ ചെയ്യാം ഒരടിമയോട് യജമാനന്. ദേഹത്ത് മുറിവുണ്ടാക്കാം, ഇരുമ്പ് ചട്ടിയിൽ തീയിട്ട് ദേഹം പൊള്ളിക്കാം, കേൾക്കാതെ വന്നാൽ തല്ലാം. അല്ലല്ല, രേഖയിൽ ആധാരത്തിൽ എഴുതിയിരിക്കുന്ന വേദനാജനകമായൊരു പദപ്രയോഗമുണ്ട്, വിൽക്കുകിൽ വിലയ്ക്ക് മാറും, കൊല്ലുകിൽ കൊലയ്ക്ക് മാറും. വിറ്റുകളയാം, കൊന്നുകളയാം, വിൽക്കുകിൽ വിലയ്ക്ക് മാറും, കൊല്ലുകിൽ കൊലയ്ക്ക് മാറും. ഹാബീലിൻ രക്തം നിലത്തുനിന്ന് എന്നോട് നിലവിളിക്കുന്നു എന്ന് പറഞ്ഞ ആദ്യ രക്തസാക്ഷിയെ കണ്ട് നിലവിളിക്കുന്നവൻ്റെ കണ്ണീര് കേട്ട ആ ദൈവത്തിൻ്റെ സുവിശേഷം ഈ നാട്ടിൽ വന്നിരുന്നില്ലെങ്കിൽ എത്ര കഠിന ശാപങ്ങളുടെ മണ്ണിലാ ഞാനും നിങ്ങൾ ഇരിക്കും. നോക്കിക്ക്. ആഹാരം കിട്ടാതെ, വെള്ളം കിട്ടാതെ കുരന്നു വലഞ്ഞ് പ്രാണൻ നശിച്ച് ഒടുവിൽ അവൻ്റെ ജീവിതം കൂടി നശിപ്പിച്ച് കളഞ്ഞ ഇത്തരം അധർമ്മങ്ങൾ മുഴുവൻ നടമാടിയതേ ഈ രാജ്യത്തിൻ്റെ പൗരാണിക നീതിശാസ്ത്രങ്ങളാ. ഈ സ്ഥിതിക്ക് മാറ്റം വരുത്തിയത് ധന്യനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണ്. ആ സുവിശേഷം പ്രസംഗിക്കുവാനുള്ള യേശുവിന്റെ അനുഗാമികളുടെ അവകാശം ആരുടെയും ഔദാര്യമല്ല. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. അടിമനുഖത്തിൽ ഇനിയും കുടുങ്ങിപ്പോകരുതെന്ന് അരുളി ചെയ്ത അരിമനാഥന്റെ ഉജ്ജ്വലമായ വാക്കുകളാ. ആ വാക്കുകൾ കൊണ്ട് ലോകമെമ്പാടും ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകവാസകലം ഇത്തരം അനീതികളെ റദ്ദ് ചെയ്ത ഉജ്ജ്വലമായ മാർഗമാണ് സുവിശേഷം. ആ സുവിശേഷം പറയാ, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. ഞാൻ അതിനും ഒരു സംഭവം പറയാം. ബഹുമാനരെ, കോട്ടയത്തൊരു സ്ഥലമുണ്ട്, ബേക്കർ ജംഗ്ഷൻ. പലർക്കും അറിയത്തില്ല എന്താ ഈ ബേക്കർ ജംഗ്ഷൻ. അവിടെ ബേക്കറി ഒന്നുകൊണ്ടാണെന്നൊക്കെയാണ് ധരിച്ചിരിക്കുന്നത്. സത്യത്തിൽ ബേക്കറിയായിട്ട് എൻ്റെ ഒരു ബന്ധമുണ്ട്. കാരണം പാശ്ചാത്യരവരുടെ പേരിടുമ്പോൾ പേരിൻ്റെ കൂടെ തൊഴിൽ ചേർത്താണ് പലപ്പോഴും ഇടുക. ബേക്കർ, ഹെൻറി ബേക്കർ. പ്രസിദ്ധനായ ഒരു തിയോളജൻ്റെ പേര് SR ഡ്രൈവർ എന്നാണ്. പൈലറ്റ് എന്നൊക്കെ ഒരു പേരിൻ്റെ കൂടെ ഇടും. എന്തിന്? നമ്മളറിയുന്ന ആദരണീയനായ ചർച്ചകോടിൻ്റെ മിഷറി ഉണ്ടായിരുന്നു, റോബർട്ട് ഫെലിക്സ് കുക്ക്. നമ്മൾ കുക്ക് സാഹിബ് എന്ന് പറയുന്ന ആൾ. കുക്ക് പൗരാണികമായി അവർ ചെയ്തു വന്ന തൊഴിലാണ്. കാരണം എന്ന് പറയുന്നത് അവർക്ക് തൊഴിലെല്ലാം മാന്യമാണ്, എല്ലാ തൊഴിലും മാന്യമാണ്.
അപ്പോൾ അങ്ങനെ പേരിൻ്റെ കൂടെ തൊഴിൽ പറയും. ബൈബിളിൽ അത് കാണാൻ ചെമ്പ് പണിക്കാരനായ അലക്സാണ്ടർ, കൂടാരപ്പണി ചെയ്തു പോകുന്ന ശൗൽ, മീൻപിടുത്തക്കാരനായ പത്രോസ്, അങ്ങനെ ഉണ്ടല്ലേ, ചുങ്കക്കാരനായ മത്തായി, തൊഴിൽ പറയും. അങ്ങനെയാണ്. അപ്പോൾ ഹെൻറി ബേക്കർ ജൂനിയർ എന്ന പേരായ ഒരു മനുഷ്യൻ ഈ രാജ്യത്തിലേക്ക് വന്നു. മേലുകാവിൽ പ്രവർത്തനം ആരംഭിച്ചു. മേലുകാവിലെ മനുഷ്യരൊക്കെ അന്ന് മലദൈവങ്ങളെ, കുലദൈവങ്ങളെ, പുഴകളെ, പ്രകൃതിയൊക്കെ ആരാധിച്ച് കഴിയുന്ന അപരിഷ്കൃതരായ ആളുകളാണ്. ആ ആളുകളെ ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. കലാലയം കെട്ടിപ്പൊക്കി. അദ്ദേഹം പള്ളത്തൊരു ഓഫീസും ഒക്കെ ഇട്ട് കൂടുതൽ പ്രവർത്തന സജ്ജമാകാൻ കാത്തിരിക്കുമ്പോൾ ഒരു ദിവസം അദ്ദേഹത്തെ കാണാൻ ഹൈറേഞ്ചിൻ്റെ മലയടിവാരത്തിൽ നിന്നൊരുവട്ടം മനുഷ്യർ, അദ്ദേഹം വല്ല സംഭാവനയ്ക്കൊക്കെ അന്ന് ഓർത്ത് വന്നു. പറഞ്ഞു, യജമാനെ കാശൊന്നും വേണ്ട, ഞങ്ങൾക്ക് പട്ടിണിയില്ല. കിഴങ്ങ് മന്തി തിന്നും, കാട്ടിൽ കൃഷി ചെയ്തും, വനവിഭവങ്ങൾ തെരുവിൽ കൊണ്ട് വിറ്റും ഞങ്ങൾ നല്ല നിലയിലാണ് കഴിയുന്നത്. പക്ഷേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പ് വേണം, ഒരു പഠിപ്പൂര തുടങ്ങണം. ഞാൻ പറഞ്ഞു, മറ്റെന്തും ചെയ്തു തരാം, ഇത് പറ്റില്ല. അതെന്താ കാര്യം? കോട്ടയത്തൊക്കെ അങ്ങ് തുടങ്ങിയില്ല, മേലുകാവിൽ തുടങ്ങിയില്ല, നമുക്കും വേണം. അദ്ദേഹം പറഞ്ഞത് സാധിക്കാത്തതിൻ്റെ കാരണം വാദ്യാരെ കിട്ടത്തില്ല. അവിടെ വന്ന് താമസിക്കാൻ വാദ്യാർ വേണ്ടേ? അവർക്ക് ശമ്പളം അങ്ങനെ ഞാൻ കൊടുക്കാം, അവരെ പുലർത്തണ്ടേ, ഭക്ഷണം എത്തിക്കണ്ടേ, വീട് വേണ്ടേ? അതൊക്കെ ഞങ്ങൾ ഏറ്റു. ഹെൻറി ബേക്കർ അവരെ അയച്ചു. ദുഃഖിതരായിട്ട് അവർ പോയി. വീണ്ടും വന്നു. 1-2 തവണയല്ല, 6 തവണ നടന്നവർ. അന്ന് അദ്ദേഹം വായിച്ചുകൊണ്ടിരുന്നൊരു വചനം, വിധവ വന്ന് അസഹ്യപ്പെടുത്തി ആ വക, ഇനി അവൾ എൻ്റെ മുഖത്തടിക്കും. അത് കേട്ടപ്പോൾ ആ വചനം കൂടെ വായിച്ചപ്പോൾ ഇവർ വന്നിരിക്കുന്നു. അവരിത്തവണ വന്ന കുറേ കൂടെ കരുതി, യജമാനെ ഞങ്ങൾ കൊണ്ടുപോകും, വരണം, പോയേക്കാന്ന്. അവർ കമ്പുകൾ നീട്ടിക്കെട്ടി കസേര അതിൽ ചേർത്ത് വെച്ച് കെട്ടി ഒരു തേരി വേല ഉണ്ടാക്കിയിട്ട് പറഞ്ഞ് കയറിയിരിക്കാൻ പറഞ്ഞു. അടിയങ്ങൾ ചുമന്നോളാം. അദ്ദേഹം പറഞ്ഞാൽ ഒന്നും വേണ്ട, ഞാൻ നടന്നോളാം. ഏതായാലും ഇവരിതെടുത്തു. അദ്ദേഹം നടന്നു. വഴിയിൽ ആര്യൻ തീരത്തുകൂടി അട്ടയുടെ കടി കൊണ്ടും വിഷപ്പാമ്പുകളുടെ പൊരുതിയും വഴിയിൽ കിഴങ്ങുകൾ ചുട്ടുനിന്നും ഒരു പാവം മിഷണറി യാത്ര ചെയ്ത് 2-3 ദിവസത്തെ നടപ്പിനൊടുവിൽ ഹൈറേഞ്ചിൻ്റെ മലടിവാരത്തിൽ പ്രഭാതത്തിൽ ചെല്ലുക. വെള്ള നിറമുള്ള കുറേ പക്ഷികൾ പറന്നു പോകുന്ന കാഴ്ച കണ്ടിട്ട് ഷേക്സ്പിയറുടെ നോവലുമൊക്കെ വായിച്ച, കവിതയൊക്കെ വായിച്ച് മനുഷ്യൻ പറഞ്ഞു, സ്വാൻസ്. ഷേക്സ്പിയറെ വിളിക്കുന്നതല്ല, സ്വാൻ ഓഫ് ഏവൻ എന്നാണല്ലോ, ഏവനിലെ രാപ്പാടി. അദ്ദേഹം ചോദിച്ചു, ഞങ്ങൾ സ്വാൻ എന്ന് വിളിക്കുന്ന ഈ പക്ഷി, ഇതിന് മലയാളം അറിയട്ടോ, ചില പദങ്ങൾ കിട്ടൂലെന്നേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു, ചോദിച്ചു, ഇതിൻ്റെ പേരെന്താ? ഈ പക്ഷിയുടെ പേര് പറഞ്ഞു കൊടുത്തു, മുണ്ടി. അങ്ങനെ ധാരാളം മുണ്ടികൾ പറന്നു പോകുന്ന നാടിന് അദ്ദേഹം ഇട്ട പേരാണ് മുണ്ടിക്കയം. അതാ നമ്മുടെ മുണ്ടക്കയം. മനസ്സിലായില്ലേ? അവിടെ ചെന്നു. ഈ തേരിലെടുത്തുകൊണ്ട് വന്നപോലെ ആളെ അവിടെ കൊണ്ടുവന്നു. പള്ളിക്കൂടമൊക്കെ കെട്ടിപ്പൊക്കി. അങ്ങനെ ഇരിക്കെ അധ്യാപകരെ വേണം, സാറുമാരെ ഇവിടുന്ന് കൊണ്ടുപോകാം, അരി കൊണ്ടുപോകണം, പലവ്യഞ്ജനം കൊണ്ടുപോകണം, കുഞ്ഞുങ്ങൾ കൂടെ ഭക്ഷണം കൊടുക്കണം പഠിക്കാൻ വരുന്നവർക്ക്. അങ്ങനെ നമ്മൾ ഈ പാൽപ്പൊടി കൊടുത്തു എന്നൊക്കെ പറയാം. അത് കുറേ സത്യമുണ്ട്. ഉച്ചഭക്ഷണം കൊടുത്ത കാര്യമൊക്കെ ഇതൊക്കെ ജീവിതത്തിൽ ആദ്യം കഴിച്ചവരുണ്ട്. അന്നത് കഴിച്ചിട്ടായി നന്ദിയോട് പറയുന്നത്, അത് വേറെ കാര്യം. പോട്ടെ പോട്ടെ. ഇതുകൊണ്ട് പോകാൻ കാളവണ്ടികളാണ്. അപ്പോഴേക്കും ഇതേ കാടമൻ ടി എസ്റ്റേറ്റിലേക്ക് ഒരു വഴി വെട്ടണമെന്ന് പറഞ്ഞു കേണൽ മൺറോ, തിരുവിതാംകൂറിലെ ദിവാന. ഈ വഴിപണി ഇങ്ങനെ നടക്കുക. അപ്പോൾ ഹെൻറി ബേക്കർ പറഞ്ഞു, ഞങ്ങളുണ്ട് ഈ കൂടെ, വഴി പണിയണം, മുണ്ടക്കയം വരെയെങ്കിലും ഞങ്ങൾ കൂടെ ഉണ്ട്. അങ്ങനെ കോട്ടയത്തുനിന്നൊരു വഴിപണി അങ്ങ് തുടങ്ങി. വഴി പണിത് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു പ്രതിസന്ധി. മുളങ്കാടുകൾ കൂടിക്കിടക്കുന്നൊരു ഭൂപ്രദേശം, പാമ്പും കാവുകൾ, അവിടെ പൂജാതി കർമ്മങ്ങൾ, ഒത്തിരി പ്രശ്നങ്ങളാണ്. ഈ മുള വെട്ടിമറിക്കാനും പാട്, വഴി മുമ്പോട്ട് നീങ്ങത്തില്ല. പണിക്ക് ആളെ വിളിച്ചിട്ട് ഒറ്റ ഒരുത്തിനെ കിട്ടുന്നില്ല. പേടി, സർപ്പകോപം. മുമ്പ് പറഞ്ഞല്ലേ, സർപ്പകോപം മാറ്റാൻ പുതിയ പണിക്കൊന്നും സായിപ്പോയില്ല. അയാൾ ഒരു പറ കൊണ്ടുവന്ന്
അതിലേക്ക് അരിമണിയുടെ വലിപ്പമുള്ള സ്വർണ്ണത്തരികൾ ധാരാളം നിറച്ചു വെച്ചിട്ട് ഇവരെ വിളിച്ചുകൊണ്ട് പോയി. അങ്ങോട്ട് എന്നിട്ട് ഈ സ്വർണ്ണത്തരികൾ വാരി ഈ കാടിനകത്തോട്ട് എറിഞ്ഞു. ഒരു സർപ്പവും പേടിച്ചില്ല. വാക്കത്തി സംഘടിപ്പിച്ചു, മഴ കൊണ്ട് വെട്ടി, മോള വെട്ടി തകർത്ത് നോക്കി നിൽക്കുക. സ്വർണ്ണത്തരി തേടി പോയവൻ മുളങ്കാട് മുഴുവൻ റെഡിയാക്കി കഴിഞ്ഞു, നീറ്റാക്കി കളഞ്ഞു. അങ്ങനെ പൊന്നു വാരി എറിഞ്ഞ് ഒരു മലങ്കുന്ന് മുഴുവൻ നിരപ്പാക്കി അതുവഴി പാത വെട്ടിയപ്പോൾ ആ സ്ഥലത്തിന് പേര് കിട്ടി പൊൻകുന്നം. മനസ്സിലായോ? അങ്ങനെ KK റോഡ് വെട്ടിയത്, പൊൻകുന്നം ഉണ്ടാക്കിയത്, മുണ്ടക്കയം സൃഷ്ടിച്ചത്, മേലികാവ് ഉണ്ടാക്കിയത്, പള്ളം സൃഷ്ടിച്ചത്, ഇതെല്ലാം കഴിഞ്ഞ് പാവപ്പെട്ട ഞാൻ അതിൻ്റെ സൈഡിൽ നിന്നൊരു പരസ്യവും നടത്തുമ്പോൾ വന്നിട്ട് പറയാ ഇതിവിടുന്ന് വേണ്ടെന്ന്. പോടാ, ആരടാ നീ? ഇവിടെ എനിക്ക് നിൽക്കാനുള്ളത്ര ആർജവം നിനക്കില്ല. മനസ്സിലായില്ലേ? ഈ പുസ്തകം കൊണ്ട് അവിടെ നിൽക്കണ്ടേ? ആധുനിക ഇന്ത്യ നിർമ്മിച്ചത്, കേരളം നിർമ്മിച്ചത്, മനുഷ്യനെ മനുഷ്യനായി കണ്ട് ഉൾക്കൊണ്ടത്, സകല മനുഷ്യർക്കും നീതിയുടെ തുല്യ വിതരണം കൊടുക്കാൻ സമൂഹത്തെ പഠിപ്പിച്ചത്, വ്യവഹാര കോടതികളെ വരെ പഠിപ്പിച്ചത് ഈ വിശുദ്ധ ഗ്രന്ഥവും ഇതിൽ വിരാജിക്കുന്ന സുവിശേഷവും അതിൻ്റെ ദർശനങ്ങളുമാണ് എന്ന് പറയാൻ ഞാൻ അമാന്തിക്കുന്നില്ല. ആ സത്യമായ രാത്രിയോട് ഉറപ്പിച്ചു പറയുന്നേ. സ്തോത്രം. അപ്പം നീതിക്ക് വിഷമം ദാഹിച്ച കുറേ മനുഷ്യരുടെ കഥകളുടെ നാടായത്. ഇനിയുമുണ്ട് പറയാൻ നിരവധി കാര്യങ്ങൾ. ഞാനിങ്ങനെയുള്ള കാര്യമൊക്കെ പറയുന്നത് പലരെയും ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എങ്കിൽ ഈ വിളിക്കുന്ന ഇടത്ത് ഞാനിതൊക്കെ പറയുമെന്ന് അറിഞ്ഞാണല്ലോ നിങ്ങൾ വിളിക്കുക. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ചിലത് പറയേണ്ടി വരുന്നത് സുവിശേഷം എന്ത് ചെയ്തു എന്നൊന്ന് ബോധ്യപ്പെടുത്താനാണ്. അടുത്ത കാലത്ത് നിങ്ങൾ പലരും കണ്ടാണ് ഒരു പെൺകുട്ടി എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട് അവരുടെ ഒരു ചാനലിന് വേണ്ടി. നമ്മളെ പറ്റിയൊക്കെ കുട്ടി ചോദിക്കുന്നു, നമ്മൾ ഭയങ്കര ശല്യക്കാരാണ്. എനിക്ക് തിരിച്ചു പറയാനുണ്ട്, ഈ വഴിയടച്ചുള്ള ഒരു ഘോഷയാത്ര ഞങ്ങൾ നടത്തി നിങ്ങൾ കണ്ടിട്ടുണ്ടോ നാട്ടുകാരെ? 10 മണിക്കപ്പുറം പോകുന്ന, വേണ്ട 9:30-ക്കപ്പുറം പോകുന്ന ഞങ്ങളുടെ ഒരു യോഗം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മുളക്കുഴയിലെ കൺവെൻഷൻ, കുമ്പനാട്ട കൺവെൻഷൻ, അതുപോലെ പുനലൂരെ കൺവെൻഷൻ, ഇപ്പോൾ അത് അടൂര് മാറ്റി. ഇതിൻ്റെയൊക്കെ പ്രായം 100 100 വർഷത്തിൻ്റെ കൺവെൻഷൻ ചരിത്രത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആംബുലൻസ് തുരുതുര ഓടി, ഫയർഫോഴ്സുകാരെ ബുദ്ധിമുട്ടിച്ച്, പോലീസുകാരെ ബുദ്ധിമുട്ടിച്ച്, തീപിടുത്തമുണ്ടായി, ചിന്തിക്കിടക്കാർ ഏറ്റുമുട്ടി, ചാരായം വിറ്റവനും കള്ളവാറ്റ് നടത്തിയവനും തമ്മിൽ ഏറ്റുമുട്ടി. ഇതെല്ലാം കണ്ടിട്ടുണ്ടോ? 100 കൊല്ലം സമൂഹത്തിനൊരുവിധ ശല്യവുമില്ലാതെ ഈ സമൂഹത്തിൽ മാതൃകാപരമായി പ്രവർത്തിച്ച ഒരു സമൂഹത്തിൻ്റെ വക്താവെന്ന നിലയിൽ, അതിൻ്റെ ഭാഗമെന്ന നിലയിൽ, അതിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ, അതിലൊരു സാധാരണ സുവിശേഷകൻ എന്ന നിലയിൽ അഭിമാനപുരുഷനും പറയട്ടെ, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് യേശു തമ്പുരാൻ പഠിപ്പിച്ച ആ മൊഴിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ആർജവത്തോടെ ഞങ്ങളിത് പ്രസംഗിക്കുന്നത്. ഇതൊന്നും വെറുതെ അല്ല. പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടി പറയാം. നമ്മൾ ആളുകളെ മതം മാറ്റി എന്തൊക്കെയാ വൈറ്റമിൻ ഗുളിക കൊടുത്ത്, മറ്റെന്തെന്നാ പാൽപ്പൊടി പിന്നെ പണ്ടേ ഉണ്ട്, ഇങ്ങനെ 100 കൂട്ടം കാര്യങ്ങളാണ് പറയുന്നത്. ഏതായാലും പാല് ചിലർക്ക് താല്പര്യമില്ലാത്ത സാധനമാണല്ലോ. പശു പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റ് ചില സാധനങ്ങളാണ് താല്പര്യം. ഞങ്ങൾക്കൊന്നും പാലിനോടാണ് താല്പര്യം. അപ്പോൾ പാല് വേണ്ടവൻ അതെടുക്കുക, മറ്റെന്തെങ്കിലും വേണ്ടവൻ അതെടുക്കുക. നമുക്ക് 2 വഴിക്ക് പിരിയാന്നേ, നമ്മളിവിടെ ജീവിച്ചു പോട്ടെ. അപ്പോൾ ഞങ്ങൾ പാലിൻ്റെ മുഖത്തെത്തി വിശ്വസിക്കുന്നു. അതിന് കാരണം കൂടെ ഉണ്ട്, പറയാം. ശ്രദ്ധിക്കണം ബഹുമാനരെ. കേരളത്തിൻ്റെ ചരിത്രത്തിൽ അറിയപ്പെടുന്നൊരു മതപരിവർത്തനം, ആ പേര് തൽക്കാലം ഉപയോഗിക്കുക. കാരണം നമ്മൾ ഈ മതം എന്ന് പറയുന്നിടത്ത് ഇങ്ങനെ ഗുണനം ഇട്ട് പോവല്ലോ, ക്രിസ്ത്യൻ എന്ന് എഴുതുമല്ലോ. അതുകൊണ്ട് സാങ്കേതികമായി പറയുന്നു. അങ്ങനെ എഴുതുകയല്ലേ? SLC ബുക്കിൽ മതം ചോദിക്കുന്നിടത്ത് പൂജ വിട്ട് പോവാണോ? പൂജ്യം മതം എന്ന് പറഞ്ഞ് പോവാണോ? അല്ല, ക്രിസ്ത്യൻ. അതുകൊണ്ട് തൽക്കാലം ഇതൊരു മതം. മറ്റൊരുവൻ ഇത് സ്വീകരിച്ചു വന്നാൽ അത് മതം മാറ്റം.
കേരള ചരിത്രത്തിൽ അറിയപ്പെടുന്നൊരു മതം മാറ്റം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത് 1854 കൃത്യം പറഞ്ഞാൽ സെപ്റ്റംബർ 12 പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി സർക്കാർ ആശുപത്രിക്ക് താഴെ ഒരു വയൽ പ്രദേശമുണ്ട്. ഇപ്പോൾ അവിടെ TPMൻ്റെ ഒരു ഹാളുണ്ട്, അതിൻ്റെ ഓരം ചേർന്ന്. അതുവഴി ഒരു മനുഷ്യൻ ഇങ്ങനെ യാത്ര ചെയ്യുക. ഇയാൾ ഒരു മിഷണറിയാണ്, ജോൺ ഹോക്സ്വർത്ത്. അതുവഴി പോവുക, കാളവണ്ടിയിലോ മറ്റാ. ഒരു കാഴ്ച കണ്ടു. ഒരു മനുഷ്യൻ ഈ വയലിൽ കിടന്ന് പണി ചെയ്യുക. കൗതുകത്തോടെ ഈ ജോലിയൊക്കെ നോക്കിയിരിക്കുമ്പോൾ ഇയാൾക്കുള്ള ഉച്ചഭക്ഷണമായിട്ടൊരു കാര്യസ്ഥം വരിക. ഒരു കുടത്തിൽ അല്പം കഞ്ഞിയാണ്. ഇയാൾ ഈ ശബ്ദമുണ്ടാക്കിയപ്പോൾ ഈ മനുഷ്യൻ വന്നു, ഇങ്ങനെ കുമ്പിട്ട് നിന്നു. ഇയാൾ കഞ്ഞി കുടിക്കാൻ വേണ്ടി ഇല പറിച്ചു കൊണ്ടുവന്ന, വട്ടയിൽ ഒടിച്ചുകൊണ്ട് വന്ന ഒരു കുഴി ഉണ്ടാക്കി അതിലേക്ക് വച്ചു. കഞ്ഞി ഒഴിച്ചു കുടിച്ചു. ഇയാളെ കഞ്ഞി കുടിച്ചു. ഈ ദൈന്യഭാവം, കുഴിഞ്ഞ കണ്ണുകൾ, പ്രതീക്ഷ നഷ്ടപ്പെട്ട, ഉന്മേഷമില്ലാത്ത ആ മനുഷ്യനെ കണ്ട് കരുണ തോന്നിയിട്ട് ഹോക്സ്വർത്ത് അടുത്ത് ചെന്ന് പേര് ചോദിച്ചു. പേര് പറഞ്ഞു തെയ്യത്താൻ. ശരിക്കുള്ള പേര് ദൈവത്താൻ എന്നാണ്. അയാൾക്കത് ഉച്ചരിക്കാൻ അറിയില്ല. ഞാനിതൊടത്ത് ക്ലാസ് എടുത്തപ്പോൾ കേരള സഭാ ചരിത്രമായി ബന്ധപ്പെട്ട് ഇതൊക്കെ പഠിപ്പിച്ചപ്പോൾ ഒരാൾ പറയുക, പണ്ട് മനുഷ്യരെ അവഹേളിക്കാൻ ദൈവത്താനെന്നാണെങ്കിലും തെയ്യത്താനെന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും അല്ല. പണ്ട് നമ്മുടെ നാട്ടുകാരൻ്റെയൊക്കെ ഭാഷ ഒരു കോലമായിരുന്നു മെഷീന്മാർ വരുന്നതിന് മുമ്പ്. തെളിവ് വേണോ? പ്രസിദ്ധമായ കുണ്ടറ വിളംബരം കേട്ടിട്ടുണ്ടല്ലോ. വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണമെന്നാണ്. ആ കുണ്ടറ വിളംബരത്തിൽ രസകരമായൊരു പ്രയോഗമുണ്ട്. ഗൂഗിൾ ചെയ്താലൊക്കെ കിട്ടും. കുണ്ടറ വിളംബരം ഒന്ന് പോയി നോക്കിയാൽ മതി. ആധാരത്തിൽ കിടക്കുന്നുള്ള ഭാഷയാണ്, ഞാൻ വേഗത്തിൽ പറഞ്ഞു വിടാം. ഇവരിവിടെ നിന്നാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ ഇടയ്ക്കൊന്ന് എടുത്താൽ പറയുന്നത്, തെങ്ങുവരി, തലവരി മുതലായ അധിക നികുതികൾ കുടികളിൽ കെട്ടിവെച്ചും നികുതി കൂട്ടും. പിന്നെ കുറേ കഥകൾ ഇങ്ങനെ പറഞ്ഞു വന്ന വഴിക്ക്. അതുകൊണ്ട് ഇംഗ്ലീഷ് കമ്പനി ഇന്ത്യ വിട്ടു പോകണം. ഇംഗ്ലീഷ് കമ്പനി എന്ന് പറയാൻ നാവ് വഴങ്ങാതെ ചെമ്പകരാമൻ, വേലുത്തമ്പി ദളവ ഇംഗ്ലീഷ് കമ്പനി എന്ന് പറയാൻ ബുദ്ധിമുട്ടി പകരം പറയുന്ന പദം ഇങ്കരിച്ച് കുമ്പഞ്ചി തിരുവിതാംകൂർ വിട്ടു പോകണമെന്ന്. എങ്ങനെയാ? ഇങ്കരിച്ച് കുമ്പഞ്ചി. ഇന്ദുലേഖയിലൊക്കെ ഭാഷ ഇതാണ്. ഓ ചന്തുമേനോൻ്റെ, ഒയ്യാരത്ത് ചന്തുമേനോൻ്റെ ഇന്ദുലേഖയിലൊക്കെ കിടക്കുന്ന ഇങ്കരിച്ച് കുമ്പഞ്ചി ഇതാണ്. ഇതായിരുന്നു ഇവിടുത്തെ ഭാഷ. ഈ മലയാളി സമൂഹത്തിന് ഭാഷയ്ക്ക് നിറവും ഭംഗിയും ചാരുതയും വരുത്തിയത് സുവിശേഷ. ഈ ചതുരവടിവുള്ള അക്ഷരങ്ങൾ വട്ടെഴുത്തുകളാക്കി മാറ്റിയത് സുവിശേഷ. ഹെർമൻ ഗുണ്ടർട്ടും ബെഞ്ചമിൻ ബെയ്ലിയും അർണോസ് പാതിരിയുമൊക്കെ ചേർന്ന് ഈ കാണുന്ന ആധുനികതയ്ക്ക് തുടക്കം കുറിച്ചത് ഭാഷയിൽ. പക്ഷെ പറഞ്ഞു വിടുമ്പോൾ തുഞ്ചത്ത് എഴുത്തച്ഛനാണ് ഭാഷാപിത. പിന്നെ ആരിലൊക്കെ ആയിക്കോ, ഇനി നമുക്ക് വിരോധമൊന്നുമില്ല. ഉള്ളതുപോലെ ഞാൻ പറഞ്ഞെന്നുള്ളൂ. ആക്ക വിടുക. ഈ മനുഷ്യനിലേക്ക് വരാം. ഇയാളെ വിളിച്ചിട്ട് ചോദിച്ചു, നിനക്കെത്ര കൂലി? കൂലിയില്ല യജമാനെ, ഒരാഴ്ചത്തെ ചിലവിന് നെല്ല് തരും. പടി കേൾക്കണം. ഒരടിമയുടെ ഒരാഴ്ചത്തെ കൂലി 90 ഗ്രാം നെല്ല്. ഒരാഴ്ചത്തെ കൂലി 800 ഗ്രാം നെല്ല്. 1 കിലോ തികച്ചില്ല, 800-900 വരെയൊക്കെ കിട്ടും. നെല്ലാന്ന് ഓർക്കണം, അരിയല്ല. അയാളുടെ ഭാര്യ പണിയെടുത്താൽ കിട്ടുന്നത് 600 ഗ്രാം നെല്ല്. 1/2 കിലോ അല്പം കൂടെ നെല്ലാണ്. ഒരാഴ്ചത്തെ, ഒരു ദിവസത്തെയല്ല. വീട്ടിൽ മക്കളുടെ കണക്കനുസരിച്ച് 300 ഗ്രാം വീതം. ചുരുക്കി പറഞ്ഞാൽ 3 മക്കളും ഭാര്യയും ഭർത്താവുമുള്ളൊരു കുടുംബത്തിന് തികച്ച് 1.5 കിലോ അരി കിട്ടില്ല ഒരാഴ്ച. സാധുക്കൾ വിശപ്പടക്കുന്നെങ്ങനെ? പ്രകൃതിയോട് പടവരുതി കിഴങ്ങുകൾ മാന്തി തിന്ന് വഴിയോരത്തുണ്ടാകുന്ന മടന്തയെന്നറിയപ്പെടുന്ന താളും തകരയുമൊക്കെ ഭക്ഷിച്ച് കഠിനാധ്വാനങ്ങളിലൂടെ ജീവിക്കണം. നിനക്ക് സങ്കടമൊന്നുമില്ലേ? ഇല്ല. എൻ്റെ യജമാനൻ നല്ലവനെ തല്ലത്തില്ല, അത് തന്നെ വലിയ കാര്യം. അടുത്ത കണ്ടത്തിലൊക്കെ ഉള്ളവനെ അടിമേടിച്ച് വല്ലാതെ നിൽക്കുക. അങ്ങ് നോക്ക്.
ഇവനോട് സഹതാപം തോന്നിയിട്ട് മിഷണറി ഈ യജമാനൻ്റെ അടുത്ത് നിന്നിട്ട് അവനെ കൊടുക്കുന്നു. ഏയ് അത് പറ്റില്ല, അവൻ നല്ലൊരടിമയാണ്, വിശ്വസ്തനാണ്, എന്ത് വില കൊടുത്തും വാങ്ങിയേ പറ്റുമെന്ന് നിശ്ചയിച്ച് അദ്ദേഹം വില കൊടുത്തു. അന്ന് വാങ്ങണമെങ്കിൽ അദ്ദേഹത്തെ മാത്രം പോരാ, ഭാര്യയെ വാങ്ങണം, വീട്ടിലുള്ള മുഴുവൻ പേരെയും വാങ്ങണം. 8 പേരെ വില കൊടുത്തു വാങ്ങി. 8 പേരെ വില കൊടുത്തു വാങ്ങി മല്ലപ്പള്ളി നദിയിൽ കൊണ്ട് മുക്കിപ്പൊക്കി സ്നാനം കൊടുത്ത് വിട്ടില്ല. അദ്ദേഹം ധരിച്ചിരിക്കുന്നൊരു കൂമ്പ് പാളയാണ്, കൂമ്പ് പാള, നഗ്നത മറച്ചിരിക്കുന്നത്. പാൻറ്റും മുണ്ടും ജുബയും ഇന്ന് കാണുന്ന വസ്ത്രമൊക്കെ വൈദേശികമാണ്. സംശയമുണ്ടോ? ചിലൊക്കെ നമ്മളെ വിട്ടുപോയാൽ നമ്മൾ കൊള്ളൂല എന്ന് പറഞ്ഞ് പോകുമ്പോൾ പറയണം, നീ നിൻ്റെ ഒറിജിനൽ വസ്ത്രത്തിൽ പോ, ധൈര്യം ഉണ്ടെങ്കിൽ. അതിനാ മടി. പണ്ട് നല്ലതാണെന്നല്ലേ പറഞ്ഞേ. ഞങ്ങൾ തന്ന സംസ്കാരം ഇവിടെ വച്ചിട്ട് പോവും. ഞാൻ ഒത്തിരി വിശദീകരിക്കുന്നില്ല, പോട്ടെ. ചുരുക്കി പറഞ്ഞാൽ ഇയാൾ ഒരു സോപ്പ് എടുത്ത് കൊടുത്തു. ജീവിതത്തിൽ ആദ്യം അടിമ മണമുള്ള നിറമുള്ള സോപ്പ് കാണുക. ആറ്റിൽ മുങ്ങിപ്പൊങ്ങി ഇതങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരിക്ക് തേച്ചോ, വേറെയും തരാമെന്ന്. കുളിച്ച് ശുദ്ധനായി കയറി വന്നപ്പോൾ ആ പാളയൊക്കെ എടുത്ത് കളയാൻ പറഞ്ഞു. കളഞ്ഞിട്ട് ഒരു കഷ്ണം മുണ്ടെടുത്ത് കൊടുത്തു. യജമാനെ, ഞാനിത് എടുത്തുകൊണ്ട് പോയാൽ മനുഷ്യൻ കല്ലെറിയും, കൊല്ലും എന്നെ. ഹോക്സ് കൊടുത്ത് പറഞ്ഞു, ഞാനാ നിന്നെ വില കൊടുത്ത് വാങ്ങിയേ, ഒരുത്തനും തൊടത്തില്ല, എൻ്റെ മുതലാ നീ. ഇത്രയും സംരക്ഷണം കിട്ടിയ ക്രിസ്ത്യാനിറ്റി ഇന്ത്യയിൽ വളർന്ന്, മനസ്സിലായോ? പിടികിട്ടുന്നുണ്ടോ? ആ വില കൊടുത്ത് വാങ്ങിയവൻ്റെ ഒരു ഉത്തരവാദിത്വം. എൻ്റെ മുതലെ തൊടാനൊന്നും കല്ലുകൊണ്ടിരുന്നും വരട്ടെ. ഈ മനുഷ്യരെ കൊണ്ട് തിരുവല്ലയിലെ മിഷൻ സ്റ്റേഷനിൽ 1 കൊല്ലം പാർപ്പിച്ച് പഠിപ്പിച്ചെന്ന്. ലണ്ടനിലെ മിഷൻ സൊസൈറ്റി പ്രസിദ്ധം ചെയ്യുന്ന 75 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. സ്നാനം എന്തിനാ? ബൈബിൾ എന്താ? അവരെ ഇംഗ്ലീഷ് പഠിപ്പിച്ച സാഹിബിന് എളുപ്പമതാ പഠിപ്പിക്കാൻ. മലയാളം പോലും ഉച്ചരിക്കാൻ അനുവാദമില്ലാത്ത സാധുക്കളെ ആംഗലേയ ഭാഷ പഠിപ്പിച്ചു, അവരുടെ പാട്ട് പഠിപ്പിച്ചു, ആ രീതികൾ മാറ്റി വസ്ത്രം ധരിക്കാൻ പഠിപ്പിച്ചു. ഒറ്റ കൊല്ലം എടുത്തിട്ടാണ് ഈ സ്നാനം കൊടുത്തേ. ലോകമേ തെറ്റിദ്ധരിക്കരുത്. നിങ്ങളിൽ ഒരാൾ ഇന്ന് വിശ്വാസി വന്നാൽ നാളെ രാവിലെ ചർച്ച കൂടിക്കൊണ്ട് മൂക്കുകയില്ല. ഞങ്ങൾക്കൊത്തിരി കാര്യം പഠിക്കാനുണ്ട്. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ സമർപ്പണം, IPC ശാരോണും ചർച്ചക്കൂടും ഒക്കെ ഞങ്ങളുടെ സഭകൾ അവിടെ നിന്ന് മൂക്കുകയില്ല പെട്ടെന്ന്. അത് പഠിക്കണം, വസ്തുതകൾ മനസ്സിലാക്കണം, വചനത്തിൻ്റെ ആന്തരിക സത്യം പിടികിട്ടണം. ഇത്രയും കാലമെടുക്കും. അങ്ങനെ ജനകോടികൾ ഈ വിശ്വാസം സ്വീകരിച്ച് വരാൻ തുടങ്ങിയതിൻ്റെ ആദ്യത്തെ തുടക്കം കേരളത്തിൽ രേഖപ്പെടുത്തിയത് 1854. ഇതിവിടെ നിൽക്കട്ടെ. ഞാനിന്ന് ശുശ്രൂഷിക്കുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ പേര് ചർച്ചകോടെന്നല്ലേ നിൽക്കുന്നത്. ഇതിനുമുണ്ട് മനോഹരമായൊരു തുടക്കം. അങ്ങകലെ നമ്പർ 316 316 അസൂസ സ്ട്രീറ്റ്, കാലിഫോർണിയ, അമേരിക്ക. അമേരിക്കയിലെ കാലിഫോർണിയയിൽ ഒരു തെരുവ്, അസൂസ സ്ട്രീറ്റ്. ഈ സ്ട്രീറ്റിൽ ഒരു കണ്ണിന് കാഴ്ചയില്ലാത്ത വിരൂപനായ ഒരു കാപ്പിരി, ഈ പദമൊക്കെ ഇവിടെ വെച്ചേ പറയാൻ പറ്റൂ. നമുക്ക് ഈ ബ്ലാക്ക് എന്നേ ഇനി അവരെ വിളിക്കാൻ പറ്റൂ, നീഗ്രോ എന്നൊന്നും വിളിക്കാൻ നിയമമില്ല. അവിടെ ഞാൻ മലയാളത്തിലങ്ങ് പറഞ്ഞു കാപ്പിരി. മുടിചുരുണ്ട കറുത്ത വർഗ്ഗക്കാരനായ വില്യം ജെ സെയ്മൂർ. സെയ്മൂർ തൻ്റെ പണിപ്പുരയിൽ പണിയൊക്കെ എടുത്ത് ജീവിക്കുമ്പോൾ ഇയാളുടെ അപ്പൻ ഒരു കത്തോലിക്ക പുരോഹിതൻ വിലക്ക് വാങ്ങിയതാണ് വർഷങ്ങൾക്കപ്പുറത്ത്, ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്നാണ്. പക്ഷേ ഈ പുരോഹിതൻ നല്ലൊരു മനുഷ്യനായിരുന്നു. പഠിക്കാനുമൊക്കെ പ്രേരിപ്പിച്ച് ഇദ്ദേഹത്തെ കലാലയത്തിൽ വിടും. പക്ഷെ കലാലയത്തിൽ അകത്ത് കയറുന്ന പഠിക്കാൻ കഴിയാതെ തിണ്ണക്കിരുന്നാണ് പഠിക്കുന്നത്. പക്ഷെ പഠിച്ച ആൾ മിടുക്കനായി കൂടെ ബൈബിൾ വായിക്കും. ഭയങ്കര ആനന്ദമാണ്. ബൈബിൾ വായിക്കുന്ന ഈ മനുഷ്യനെ പഠിച്ചു ശക്തനായി 7-8 കൂട്ടുകാരെയും കൂടെ കൂട്ടി ഇതിനകത്തിരുന്നങ്ങ് പ്രാർത്ഥന തുടങ്ങി. 8 പേരുടെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥിച്ച് അന്തരീക്ഷം അങ്ങോട്ട് മാറി. 1906 ആ പ്രാർത്ഥന ശക്തിപ്പെട്ടപ്പോൾ ഇതിവിടെ നടത്തുകയില്ലെന്ന് പറയാൻ കുറേ പേര് വന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബാക്കി ഏത് കാര്യവും എവിടെയും നടത്താം, നമ്മുടെ യോഗം നടക്കാൻ പറ്റുകയില്ല. ശബ്ദം കൂടുതലാണെന്നാണ് പറയുന്നത്.
ഞാനൊരിക്കലത്തിനോട് ചോദിച്ചു, ഈ ഉച്ചത്തിൽ കിടന്ന് ചീത്ത വിളിക്കുന്ന ആൾക്കാരോട് ആരും പറയുമോ ശബ്ദം കുറച്ച് വിളിക്കാൻ? അപ്പോൾ ഒരാളെന്നോട് പറയാം, അതാച്ചാൽ അത് ഈ ശബ്ദം കുറച്ച് വിളിച്ചാൽ ചീത്തയ്ക്കൊരു പഞ്ച് കിട്ടുകയില്ല. നമ്മുടെയൊക്കെ ഭാഷ പറഞ്ഞൊരു ഗുമ്മേ, അതിനൊരു ഗുമ്മ കിട്ടണേ ആ ഫോഴ്സ് വിളിക്കണം. അതുകൊണ്ടാണോ? ആലോചിച്ച് നോക്കി. അപ്പോൾ വന്നവൻ ഈ വില്യം ജെ സൈമൂറിനെ ആക്രമിക്കാൻ വേണ്ടി വരിക. പക്ഷേ അപ്പോൾ സാധുവായ മനുഷ്യൻ ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുക. പക്ഷേ അല്പനേരം അവിടെ നിന്നപ്പോൾ ഒരു ഇലക്ട്രിക് പ്രഭാവം വന്നവൻ്റെ ശരീരത്തിലും വേണ്ട. അവരോട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുക. ഇങ്ങനെ യോഗ ഉഴപ്പാൻ പോയി എത്ര എണ്ണം ഇതിനകത്ത് പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയോ? അകത്തിരുന്ന് ബഹളം വെക്കുന്നവരെ 2 ചാർത്തണമെന്നോർത്ത് വന്ന് എത്ര എണ്ണം ഇതിനകത്ത് പെട്ടു. എത്ര കുടിയന്മാർ ആക്രമാസക്തരായി ഇതിനകത്തേക്ക് പറഞ്ഞു വിടാൻ ശ്രമിച്ചിട്ട് എത്ര പേർക്ക് മാറ്റം വന്നോ. അനവധി ആളുകളെ ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് മാറ്റിയ അതുല്യമായൊരു മാർഗമല്ല ഇത്. വന്നു. സൈമൂറിൻ്റെ പ്രാർത്ഥന വളർന്നു, പ്രാർത്ഥന ശക്തിപ്പെട്ടു. ആളുകളുടെ എണ്ണം കൂടി വന്നപ്പോൾ ഇവർ ഈ റൂമിനകത്തിരിക്കാൻ പറ്റാതെ ഈ തെരുവിലേക്കങ്ങ് ഇറങ്ങി. അതല്ലേ പറഞ്ഞു, നമ്മൾ തെരുവിലാണ് പെന്തക്കോസ്ത് ഉണ്ടായെന്ന്. എന്താ കുഴപ്പം? ഒരു സംവാദത്തിൽ ഒരുത്തൻ പറഞ്ഞു, ഈ പെന്തക്കോസ്ത് ആരാധനയല്ല ഒരുമാതിരി ഒരു ചന്ത പോലാണ്. അപ്പോൾ കേട്ട കുറേ കക്ഷികൾ പ്രതികരിച്ചു പറഞ്ഞു, അങ്ങനൊന്നും ഞങ്ങളെ ആക്ഷേപിക്കരുത്, ബഹളം ഒമ്പിക്കിടന്നു. ഞാൻ പറഞ്ഞു, ഞങ്ങളവിടെ ശാന്തരാ, അതൊക്കെ പറയാനല്ലേ ഞാനിവിടെ ഇരിക്കുന്നത്. എൻ്റെ ഊഴം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, സുഹൃത്താ പറഞ്ഞ കറക്റ്റാണ്. എന്തേ നമ്മുടെ ആരാധന ചന്ത പോലല്ലേ? അല്ലേ? പാട്ടുകാരെന്തോ പറയുന്നു? പോയോ? സംശയിക്കണ്ട. എന്താണെന്നറിയാം, നിങ്ങൾ കോട്ടയം ചന്തയിൽ ചെന്ന് നോക്ക്. ചന്തയ്ക്കകത്തുനിന്ന് കയറിയാൽ ഒരുത്തൻ നാരങ്ങ വിൽക്കുന്നു, ഒരുത്തൻ പച്ചക്കറി വിൽക്കുന്നു, തൊട്ടപ്പുറത്തൻ പ്ലാസ്റ്റിക് പാത്രം വിൽക്കുന്നു, ഒരുത്തൻ ഏതെടുത്താലും 25 രൂപ എന്ന് വേറെ ഏതാണ്ട് വിൽക്കുന്നു. സാറേ ഇതിലേന്ന് വരാൻ പോകുന്നൊരു ആൻറ്റി വിളിക്കുന്നു, ചേട്ടാ ഇതിലേ വരാൻ. അവിടെ മോശപ്പെട്ട ഭാഷയുണ്ടോ? ഉണ്ടോ? ചേട്ടാന്നല്ലേ വിളിക്കുന്നത്, പേര് വിളിക്കുമോ? ഇല്ല. സാറേന്നല്ല വിളിക്കുന്നത്, ആൻറ്റിന്നല്ല വിളിക്കുക. അടുത്തതേ നാരങ്ങ വേണമെന്നവൻ നാരങ്ങ വാങ്ങുന്നു, പ്ലാസ്റ്റിക് പാത്രം വേണമെന്നവൻ അത് വാങ്ങുന്നു. ഇതെല്ലാം മേടിക്കുക. പക്ഷേ പുറത്തു നിന്ന് കേട്ട എരപ്പ്, അകത്തോട്ട് കയറിയ കമ്മ്യൂണിക്കേഷൻ. ഇത് തന്നെയാണ് ഞങ്ങൾ. നീങ്ങനകത്തൊന്ന് കയറി നോക്ക്, നല്ല പവർഫുൾ കമ്മ്യൂണിക്കേഷനാണ് മുകളിലോട്ട്. സുശക്തമായ സംഭാഷണമാണ് ഈ മുകളിലോട്ട് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. ദൂരോട്ട് കേട്ടുകഴിഞ്ഞാൽ വല്ലാത്ത ബഹളം, ഏതാണ്ട് എരപ്പ്. അകത്തോട്ട് കയറിയാ മനസ്സിലാകും, സർവശക്തൻ ഞങ്ങളുടെ ശബ്ദം കേട്ട് അവിടെ നിങ്ങോട്ട് മറുപടി തന്നുകൊണ്ടിരിക്കുക. അകത്തും പുറത്തും ഒരുപോലെ ഇളക്കം തട്ടിക്കൊണ്ടിരിക്കുക. വലിയ രൂപാന്തരം, വലിയ ഭാവാന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുടെ പ്രക്രിയ ഇതിനകത്ത് നടക്കുന്നത്. മനസ്സിലായില്ലേ? പിന്നെ അങ്ങനെയൊക്കെ വിളി കേട്ടാലൊന്നും നമ്മൾ വിഷമിക്കേണ്ട. കാരണം ഏറ്റവും കഷ്ടപ്പെടുന്ന ഒരു കർഷകൻ അവൻ്റെ ഉൽപ്പന്നത്തിന് വില കിട്ടാൻ പോയി നിൽക്കുന്ന സ്ഥലമാണ് ഈ ചന്ത. നമ്മുടെയൊക്കെ അപ്പൻ നമ്മളെ വാഴക്കുല ചുമന്നും വെറ്റില വിറ്റും ടാപ്പ് ചെയ്ത ഷീറ്റ് കൊണ്ട് വിറ്റും ഒക്കെ അല്ലേ പഠിപ്പിച്ചേ. മോശമാണോ അത്? ഞാൻ അടുത്ത കാലത്ത് കുട്ടികൾക്ക് ക്ലാസ് എടുത്തപ്പോൾ ഒരു കാര്യം പറഞ്ഞു. പപ്പായുടെ ചിത്രമുള്ളവരെല്ലാം കാണിക്കാൻ പറഞ്ഞു. നിങ്ങളുടെ അപ്പാടെയും അമ്മയുടെയൊക്കെ മൊബൈലിൽ കുറേ പേര് കാണിച്ചു. ഞാൻ പറഞ്ഞു, ഇതല്ല പപ്പ. ആരോ പറഞ്ഞു, ഇതാ പപ്പ, ഇതല്ല മമ്മി. ഇതല്ലാത്ത ചിത്രമുണ്ടോ? ഇല്ല. കുറേ കാണിച്ചു. ഞാൻ പറഞ്ഞു, ഇതൊന്നും അല്ല, ഒറിജിനലല്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? പാസ്റ്റർ വീട്ടിൽ പപ്പായുടെ ചിത്രം തൂക്കിയിട്ടിട്ടുണ്ടെങ്കിൽ, മമ്മിയുടെ ചിത്രം തൂക്കിയിട്ടിട്ടുണ്ടെങ്കിൽ പഴയ കാലത്തെ പടമില്ലേ, ഒറിജിനൽ പപ്പ അല്ല, ഒറിജിനൽ ചിത്രമല്ല. നിങ്ങളിട്ടേക്കുന്ന ചിത്രത്തിൽ പപ്പ നല്ല സുമുഖനാണ്, പട്ടാള വേഷത്തിലാണ്, അല്ല ഗൾഫിൽ കപ്പലിൻ്റെ മുമ്പിൽ അത്ര ഉള്ള റിപ്ലിക്കടക്കം മുമ്പിൽ എടുക്കുന്ന ചിത്രമാണ്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാണ്, അതിങ്ങനെ ഭംഗിയാക്കി വെച്ചേക്കുക. അതല്ല യഥാർത്ഥ പപ്പ. വാഴക്കറ പുരണ്ട ഒരു മുണ്ടെടുത്ത്
തോളിലൊരു തോർത്തുമിട്ട് കട്ടൻ ചായ കുടിക്കാൻ നിർവാഹമില്ലാതെ നമ്മളെ പുലർത്താൻ വേണ്ടി ആ സിറ്റൗട്ടിൽ വന്നിങ്ങനെ കുത്തിയിരുന്ന അപ്പൻ്റെ ചിത്രം ആരുടെയും കയ്യിലുണ്ടോ? നമ്മളെ മെടുക്കനാക്കാൻ വേണ്ടി ഉണ്ണാതെ കിടന്ന് ഒരു പിടി വറ്റി മാറ്റി വെച്ച് വിശപ്പ് സഹിച്ചുണർന്നെഴുന്നേറ്റ് അമ്മയെ വിളിച്ചുണർത്തി വറ്റി വാരിത്തന്ന വേണ്ടത്ര സാരിയും നേരിയതും ചട്ടയൊന്നും ഇല്ലാത്ത കറപുരണ്ടുടുപ്പുള്ള അമ്മയുടെ ചിത്രമുണ്ടോ? അതാ ശരിക്കുള്ള പാപ്പ, അതാ ശരിക്കുള്ള അമ്മ. ആണോ? അല്ലേ? ആനയിടയ്ക്കൊരു അമ്മ അടക്കി അല്പം വൈകാരികമായി അവിടെ പറഞ്ഞൊരു കാര്യം. അമ്മ ആരാണ്? ഏറ്റവും അവസാനം ഉറങ്ങുന്നവൾ, ഏറ്റവും ആദ്യം ഉണരുന്നവൾ. അങ്ങനെയാണ് ആ കഥകൾ ഇങ്ങോട്ട് പറഞ്ഞു വരുന്ന വഴിക്ക് അമ്മയ്ക്ക് തിരിച്ച് മക്കൾ കൊടുക്കുന്നെന്താ? അപ്പനും ഒക്കെ കൊടുക്കുന്നെന്താ? തിരിച്ചു കൊടുക്കുന്നത് അമ്മയെപ്പറ്റി ഏഴാച്ചേരി രാമചന്ദ്രൻ്റെ ഒരു കവിതയുണ്ട്. ഏഴാച്ചേരി പറയാണ്, അമ്മ ഭൂമിയോളം സഹിക്കും, പകരം കൊടുക്കുന്നത് മേഘവാതിൽ പടിവര സങ്കടം. മനസ്സിലായില്ലേ? ഭൂമിയോളം പൊറുക്കുന്നവളെങ്കിലും പകരം നിനക്കായി മേഘവാതിൽ പടിവരയ്ക്കും സങ്കടം തന്നേ. അമ്മ ഭൂമി വരെ ശ്രമിച്ചിട്ടും മക്കൾ കൊടുത്തത് മേഘവാതിൽ പടിവരെ. അത് അമ്മ മരിച്ച് അങ്ങ് മേഘം പോകുന്നത് വരെ സങ്കടം. ഇതാണ് അപ്പനും അമ്മയൊക്കെ. അങ്ങനെ കഷ്ടപ്പെട്ട് നമ്മ പുലർത്തിയ ആ മാതാപിതാക്കളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ ചിന്ത ചേർത്ത് പറഞ്ഞതേ, ജീവിതത്തിലൊന്ന് ഓർത്തിരിക്കാൻ ചില ഭൂതകാലങ്ങൾ നമുക്കുണ്ടാകട്ടെ. സൈമൂറിൻ്റെ അവസ്ഥ എങ്ങനാ? കപ്പലിൽ അടിമയായി പിടിച്ചുകൊണ്ടുവന്ന അപ്പനെ വിലയ്ക്ക് വാങ്ങിയതൊരു പുരോഹിതനായിരുന്നില്ലെങ്കിൽ ഇഞ്ചിഞ്ചായി അടികെട്ടി തടവ് പുള്ളിയായി അല്ലെ തിരിച്ചടിച്ചു ഏറ്റുമുട്ടിയും അവിടെ തീരേണ്ട ഒരു മനുഷ്യന് ഈ സുവിശേഷത്തിന്റെ വെളിച്ചം കിട്ടിയപ്പോൾ മകൻ പ്രാർത്ഥിച്ചു, ആരംഭിച്ചു, ശക്തിപ്പെട്ടു. അസൂസ സ്ട്രീറ്റ് മുഴുവൻ ഇവരെ എതിർക്കാൻ വരുന്നവർ, ആ തെരുവീതി മുഴുവൻ ഉച്ചത്തിൽ ദൈവത്തെ വിളിക്കുന്ന സ്ഥിതി വന്നു. ആളുകൾ വരുമ്പോൾ ഓരോ ഘട്ടങ്ങൾ മാറി മാറി വരിക. സൈമൂറും കൂട്ടരും. സൈമൂർ വിശ്രമത്തിനായിട്ടോ ദൈനംദിന വ്യവഹാരങ്ങൾക്ക് പോകുമ്പോൾ മറ്റൊരാൾ അവിടെ നിൽക്കും. മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഉണർവിന്റെ താപജ്വാലയ്ക്കുള്ളിൽ അമേരിക്ക മുഴുവൻ കിടിലം കൊണ്ട് അവസ്ഥാവിശേഷങ്ങൾക്ക് മാറ്റം കണ്ടപ്പോൾ അവിടെ എന്താ സംഭവിച്ചെന്നറിയണ്ടേ? അതാ ഇന്നത്തെ പല ഉണർവിനോടും ഞാൻ കലഹിക്കുന്നുണ്ട് കാര്യം. ഇന്ന് ഈ ഉണർവാന്നും പറഞ്ഞ് ഈ ബഹളം വെച്ച് നടക്കുന്ന കാര്യമല്ല ഉണർവ്. കമ്പോസറിൽ ആഞ്ഞടിച്ചാൽ കിട്ടുന്ന സംഗതി അല്ലത്. ഹല്ലേലൂയ പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് പോരാന്ന് പറയുന്നത് നല്ലത്. ഞാൻ ഇങ്ങനെക്കൂടെ ചെന്നപ്പോൾ ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പുകാരൻ പറയുക, ചില ട്യൂമർ മാറാൻ പോവാണ്, ചിലർ ഞാൻ പറഞ്ഞു ചിലർക്ക് കൊടുക്കാതെ എല്ലാവർക്കും കൂടെ ഏതായാലും കൊടുക്കില്ലേ? അതൊരു വിവേചനമല്ലേ? ചിലർ ഇന്ന് വിടിവിക്കപ്പെടാൻ പോവാണ്. എന്നാ ചിലരെ ആക്കുന്നത്? ബാക്കി നമ്മളെന്ത് ചെയ്യും? അങ്ങനെ ആക്കരുത്. ഉണർവ് അതല്ല. പാസന്മാരും പ്രസംഗരും എല്ലാം വന്നിട്ടൊരു ഹല്ലേലൂയ പറയിപ്പിച്ചിട്ട് പറയുക പോരെന്ന്. എന്താ പോരെന്ന്? ആത്മാർത്ഥ പോരെന്നാണോ? ശബ്ദം ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇയാളിതെങ്ങനെ കണ്ടുപിടിച്ചു പോരെന്ന്? ആത്മാർത്ഥതയല്ലേ ആരാധിക്കുന്നതിൻ്റെ അടിസ്ഥാനം? പിറ്റേന്ന് സൈമൂർ എന്ന മനുഷ്യനെ കാണാൻ വെള്ളക്കാരും കറുത്തവരും എല്ലാം അണിനിരന്നിക്കുക, ഒന്ന് പ്രാർത്ഥിക്കാൻ. സൈമൂറിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന സാധനങ്ങൾ എന്താണെന്ന് അറിയണ്ടേ? മയക്കുമരുന്നുകൾ, മദ്യം നിറച്ച കന്നാസുകൾ, വ്യത്യസ്ത തരത്തിലെ ആയുധങ്ങൾ ഒക്കെ കൊണ്ട് അങ്ങോട്ട് വെച്ചിട്ട് പറഞ്ഞു, ഇതൊക്കെ കച്ചവടം ചെയ്യുന്നവരായിരുന്നു ഞങ്ങൾ. നിർത്തി യജമാനനെ, നിർത്തി. ഈ പാപം ഒഴിഞ്ഞു പോകാൻ പ്രാർത്ഥിക്കണം. സൈമൂറിൻ്റെ അരികിലേക്ക് പണം കടം കൊടുക്കുന്ന, പലിശയ്ക്ക് കൊടുക്കുന്നവരൊക്കെ വന്നിട്ട് പറയുക, ഒത്തിരി കുടുംബം തകർന്ന യജമാനനെ ഞാൻ നിമിത്തം പ്രാർത്ഥിക്കണം. രാഗിമിനിക്ക് ആയുധം കൊണ്ട് വന്നവർ പറഞ്ഞു, ഞാൻ എൻ്റെ ഉടമയെ യജമാനനെ വെട്ടാനിരുന്ന കുത്തിക്കൊല്ലാൻ നിന്റെ വചനം കേട്ടപ്പോൾ മനസ്സ് വരുന്നില്ല.
എന്നിലൊരു പാപബോധം. സൈമൂർ പറഞ്ഞു, പോയ അയാളെ കണ്ടുപിടിച്ച് മാപ്പിരക്കാൻ വെള്ളക്കാരൻ്റെ അരികിൽ ചെന്ന് ഈ കത്തി വെച്ചിട്ട് അടിമ പറഞ്ഞു, യജമാനനെ, നിന്നെ കുത്തി മലർത്താനുള്ള പാക എനിക്കുണ്ടായിരുന്നു. പക്ഷെ സൈമൂറിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ ഉള്ളം വിങ്ങി. ആ വേദനയിൽ നിന്നോട് ചെയ്യാനിരുന്ന ഹീനകൃത്യം നീ എന്നോട് ക്ഷമിക്കണം. വെള്ളക്കാരൻ അരികിലേക്ക് വന്ന് ഇവനെ കെട്ടിപ്പുണർന്നിട്ട് പറഞ്ഞു, കൂട്ടുകാരാ, ഞാനാ ക്ഷമ പറയേണ്ട കാരണം ഒരു മനുഷ്യൻ്റെ പോയിട്ടൊരു മൃഗത്തിൻ്റെ പരിഗണന പോലും ഞാൻ നിനക്ക് തന്നില്ല, ക്ഷമിക്കണം. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി ക്രൂരനായ യജമാനനെയും കുറ്റവാളിയായ അടിമയെയും ഒരുമിച്ച് ചേർത്ത് രൂപപ്പെടുത്തി അവരിലെ പാപക്കറകൾ ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് ഉജ്ജ്വലമായ ചരിത്രത്തിൻ്റെ പിൻബലത്തോടെ രൂപവൽക്കരിക്കപ്പെട്ട അജയ്യമായ മാർഗത്തിൻ്റെ പേരാ പെന്തക്കോസ്ത്. ഇങ്ങനെ ഉണ്ടായതാ ചർച്ച കൂടുന്നു. അതിൻ്റെ തുടക്കമായി പറഞ്ഞേ, ഓരോ ചർച്ചും തുടങ്ങിയതിന് ഇങ്ങനെ ഒരു ധാരയുണ്ട്. മറ്റൊരു ചരിത്ര സത്യം കേൾക്കണ്ടേ? വില്യം ജെ സൈമൂർ 1906 അവിടെ ഉണർവ് രൂപപ്പെടുന്നതിന് മുമ്പ് ഇന്ത്യയിൽ പണ്ഡിത രമാബായി എന്ന പേരായ ഒരു സഹോദരിയുടെ പ്രാർത്ഥനാ മുറിക്കുള്ളിൽ അന്യഭാഷ രൂപപ്പെട്ടു. മുക്തി മിഷൻ പൂനെ. അതാ ഇന്ത്യയിലെ ആദ്യത്തെ ഉണർവിൻ്റെ ചരിത്രം. ഒരു കൊല്ലം കൂടെ മുമ്പ് നമ്മുടെ ചരിത്രം. അതങ്ങനെ നിലനിൽക്കെ പുതിയൊരു കണ്ടെത്തൽ വന്നു. നമ്മുടെ തിരുനെൽവേലിക്കാരൻ ഒരു ദൈവദാസൻ, അരുളപ്പൻ എന്ന പേര്, ജോൺ ക്രിസ്റ്റ്യൻ അരുളപ്പൻ്റെ പ്രാർത്ഥനാ മുറിയിൽ അതിനും ഒരു 2 കൊല്ലം കൂടി മുമ്പ് അദ്ദേഹം ആത്മനിറവിൽ അന്യഭാഷകളിൽ ദൈവത്തെ സംസാരിച്ചുകൊണ്ട് ഉണർവ് അവിടെയും രൂപപ്പെട്ടു. ഇനി ആ രാജ്യനീതിയെപ്പറ്റി പറഞ്ഞ് ഞാനിങ്ങനെ അവസാനിപ്പിക്കാം. കേരളത്തിൽ ഒരു ദിവസം കൂടി പറയാം. ഈ ഉക്കുസായിപ്പും മേരി ചാപ്മാനും ഇങ്ങനെയുള്ള മിഷണറിമാരൊക്കെ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഇവിടെ ഒരു കള ഒരുങ്ങിയതാണ് പറയുന്നത്. തിരുനെൽവേലി ഭാഗത്ത് നിന്നൊരു സായിപ്പ്, ഒരു തമിഴ്നാട്ടുകാരൻ ഉപദേശി നമ്മുടെ നാട്ടിലേക്ക് വന്നു. ഇന്ന് വരെ അദ്ദേഹത്തിൻ്റെ പേരാർക്കും അറിയില്ല. ആൾ തമിഴ്നാട്ടിൽ നിന്നായതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ വിളിച്ചു പാണ്ടിക്കാരൻ ഉപദേശി. അങ്ങനെയാണ്. ഒരു കാര്യം നിങ്ങൾക്കറിയാം, നമ്മളിവരെ ഈ അണ്ണാച്ചി എന്നൊക്കെ വിളിക്കുമ്പം നമ്മളോടുകൊണ്ട് കുറഞ്ഞ വിളിയാവും, ഭയങ്കര ആസ്വദിച്ചത് കേൾക്കുന്നത്. കാരണം അവിടെ അത് വലിയ വിളിയാണ് അണ്ണാച്ചി എന്നുള്ള. സാറേ എന്ന് വിളിക്കുന്നതിലും വലിയ സംഭവം അണ്ണാച്ചി. ജീവിതത്തിൽ അവൻ്റെ നാട്ടിൽ അവനെ ആരും അണ്ണാച്ചി എന്ന് വിളിക്കുന്നില്ല. മലയാളി ഓർത്തു ഇവനെ താറടിക്കാൻ വിളിക്കുന്ന വിളിയാണ്, പക്ഷെ അവന് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഒരു അണ്ണാച്ചി, ഒരു പാണ്ടിക്കാരൻ ഉപദേശി നമ്മുടെ നാട്ടിൽ വന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഇങ്ങനെ ഒരുക്കിയ വേദിയൊന്നുമില്ല, പാട്ടുകാരില്ല, നോട്ടീസില്ല, ഫ്ലക്സില്ല. പുള്ളി അന്നത്തെ കാലത്ത് മനുഷ്യൻ ഈ കോഴി കൂവുന്ന ശബ്ദം കേട്ട ആരാധനയ്ക്ക് വരുന്നത്. പള്ളി തുടങ്ങുന്നതിന് മുമ്പ് ഈ മനുഷ്യൻ അവിടെ വന്ന് ഇങ്ങനെ പള്ളിയുടെ മുറ്റം നിൽക്കും. അപ്പോൾ കപ്പ്യാർ വന്ന് പള്ളി തുറക്കണം. അന്നത്തെ കപ്പ്യാർമാരൊക്കെ അല്ലേ ഒന്ന് വീശിയിട്ടേ വരുള്ളൂ. എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, എൻ്റെ അപ്പൻ്റെ പേര് മത്തായി എന്നാണ്. പേര് പോലായിരുന്നു ആശാൻ, മത്തായിട്ടാണ് വരുന്നത്. അങ്ങനെ മത്തായി എന്ന് പേരുള്ളുണ്ട്, ക്ഷമിക്കണം, നിങ്ങളങ്ങനല്ല എന്ന് പറഞ്ഞാൽ കപ്പ്യാരുമൊക്കെ ഉണർന്നു വരുമ്പോൾ ഒരു നേരമാകും. അപ്പോൾ ഈ പുള്ളിക്ക് അപ്പോൾ ഒരു ഓഡിയൻസിനെ കിട്ടും. 10-40 പേര് ഇതേ നിൽക്കുന്നു. പുള്ളി അവിടെ നിന്ന് അങ്ങ് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അച്ഛൻ വരുന്നു, പുള്ളി സ്ഥലം വിടും. പക്ഷേ അച്ഛനങ്ങോട്ട് കുമ്പസാരിക്കാൻ വിളിപ്പിക്കുമ്പോൾ ജനം പൊട്ടിക്കരഞ്ഞു പറയും. എല്ലാ കൊള്ളയും തുറന്ന് സമ്മതിക്കും. വീട്ടുവഴക്ക്, അടിപിടി, തട്ടിപ്പ് നടത്തിയത്, കച്ചവടക്കാർ ചെയ്ത തെറ്റുകൾ എല്ലാം തുറന്നു പറഞ്ഞ് അച്ഛൻ്റെ അരികിൽ അങ്ങ് മാപ്പിരക്കുക, മനുഷ്യൻ നന്നാകുക. അങ്ങനെ പോയി അടുത്തടുത്ത ചർച്ചകളിലൊക്കെ ചെന്നപ്പോൾ ചില അച്ഛന്മാർ ഈ മനുഷ്യനോട് ആദരവ് തോന്നിയിട്ട് പറഞ്ഞു, ഉപദേശി അങ്ങനെ അവിടെ നിന്നൊന്നും പ്രസംഗിക്കേണ്ട, അകത്ത് കയറാൻ പറഞ്ഞു. അകത്ത് കയറി പ്രസംഗിച്ചു. പുള്ളിക്ക് വണ്ടിക്കൂലി വേണ്ട, ചായക്കാശ് വേണ്ട, ആരെങ്കിലും വല്ല ആഹാരം കൊടുത്താൽ കഴിക്കും. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ പറയുന്നേ, ആ ഉടുമുണ്ടിൻ്റെ ഒരു ഭാഗം കഴുകി ഉണക്കിയിട്ട് അത്രയും ഉണങ്ങിക്കഴിയുമ്പോൾ അവിടെ ഉടുത്തിട്ട് നഗ്നത മറച്ചിട്ട് ബാക്കി ഭാഗം ഇങ്ങനെ പിഴിഞ്ഞ് ഉടുക്കുമായിരുന്നു. പക്ഷേ വാക്കുകൾ കേൾക്കുമ്പോൾ പാപബോധം വന്നിട്ട് ജനം നീറിപ്പോകുകയും. ഇത് നമ്മുടെ ഹെൻറി ബേക്കർ അറിഞ്ഞു. പള്ളത്ത് പുള്ളി പറഞ്ഞു, ഇങ്ങനെയുള്ള കക്ഷികളെ എന്നും പള്ളി കയറ്റരുത്, ഇതൊക്കെ ഒരു വിഭ്രാന്തിയാണ്.
നമുക്ക് അടിസ്ഥാനപരമായിട്ട് പോകണം. വഴിതെറ്റിപ്പോവും. എങ്കിലും സാറ് തന്നെ വന്ന് പറയാൻ പറഞ്ഞു. അച്ഛന്മാരെല്ലാം ഏതാണ്ട് വശീകരിക്കപ്പെട്ടിരിക്കുക. ആ ഉപദേശി ഹെൻറി ബേക്കർ ഒരു കമ്മീഷനെ വിട്ടു കാര്യം അറിയാൻ. ഇവിടെ നല്ല വിവരമുള്ള കുറേ പേര് പറഞ്ഞു, അതേ നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല, ഈ ഉപദേശിയുടെ പോക്കറ്റിൽ, ജുബയുടെ പോക്കറ്റിൽ ഏതാണ്ടൊരു പൊടിയുണ്ട്, അയാളത് ഇങ്ങോട്ട് വാരിയെടുത്തൊരു എറിയുമ്പോഴാണ് ജനം ഈ കിടന്നാടുന്നത്. ഇപ്പോൾ ഹെൻറി ബേക്കർ പറഞ്ഞു, ഞാൻ ഈ ബ്രിട്ടൻ മുഴുവൻ അരിച്ചു പെറുക്കി നടന്നിട്ട് കാണാത്ത ആ പൊടി ഏതാ മനുഷ്യനെ ഇളക്കുന്നത്? അറിയില്ലേ? ഇല്ല, അതിൻ്റെ പേരാ പാണ്ടിപ്പൊടിയെന്ന്. ആൽക്കുടത്തോട്ടം ചുമ്മാ പറയല്ല, അതേ DC പ്രസിദ്ധം ചെയ്ത പുസ്തകം കിട്ടും, അതിലുള്ള കഥകളാണ് പറയുന്നത് കേട്ടോ. പാണ്ടിപ്പൊടി കാണാൻ വേണ്ടി, പാണ്ടിക്കാരൻ ഉപദേശിയെ കാണാൻ വേണ്ടി ഹെൻറി ബേക്കർ പള്ളത്തൂന്ന് അങ്ങിയെന്നു. ഹെൻറി ബേക്കർ ഏറ്റവും പുറയിലിരിക്കുക. ഉപദേശി പ്രസംഗം അങ്ങോട്ട് തുടങ്ങി. 15-ാം മിനിറ്റിൽ ഹെൻറി ബേക്കർ അലറിക്കരഞ്ഞ് പുൽപ്പിൻ്റിനടുത്ത് ചെന്നിട്ട് പാവങ്ങളെ ഏറ്റുപറഞ്ഞ് വീക്ഷിച്ചു. ഇങ്ങനെ രൂപപ്പെട്ട മാർഗ്ഗമാണ് ഇന്ത്യയിലെ ഉണർവ്, കേരളത്തിലെ ഉണർവ്. സാഹിബ് വന്നിട്ടുണ്ടാക്കിയതല്ല, അത് പാൽപ്പൊടിയുടെ ബലത്തിൽ സൃഷ്ടിക്കപ്പെട്ടതുമല്ല. ഹൃദയാന്തർഭാഗത്ത് തോന്നിയ പാപബോധം, അത് നിമിത്തം ഈ രക്ഷകനെ നിർത്താനുള്ള മനസ്സ്. ഇന്ന് കേരളക്കര കണ്ടത് തടസ്സമില്ലാത്ത ഉണർവിൻ്റെ പ്രവാഹ ജ്വാലയാ. അതാ ചർച്ചോകോട് IPCയും ഷാരോനും ഒക്കെ ആയിട്ട് രൂപപ്പെട്ടേ. ഇവിടെ നിന്നത് പണത്തിൻ്റെ പിൻബലത്തിലല്ല. ഒന്നുകൂടി ഓർത്തപ്പോൾ പറയട്ടെ, മനോജ് പാസ് ഇരിപ്പുണ്ട്. ഈ പാൽപ്പൊടി എന്നൊക്കെ പറയുമ്പോൾ ഓർക്കണം, നമ്മൾ കേട്ടിട്ടുണ്ടാകും. ചർച്ചകോടിൻ്റെ ഇന്ത്യയിലെ തുടക്കക്കാരിൽ ശ്രീ ART അതിശയം, നമ്മുടെ PV സാറിൻ്റെ പിതാവ്, തമിഴ് ബ്രാഹ്മണനായിരുന്നു, നല്ല ഭൂസ്വത്തിൻ്റെ ഉടമയായിരുന്നു. ഇന്ന് പരിഹസിക്കുന്നത് നിങ്ങൾ പറയട്ടെ, ഇവർക്ക് ആര് കൊടുത്തു സഹായം? നീ കേൾക്കണ്ടേ? ഷാരോൻ്റെ സ്ഥാപകൻ, ബഹുമാനനായ ഷാരോൺ തോമാച്ചൻ എന്ന് വിളിക്കുന്ന ആളിൻ്റെ പിതാവ് ജോൺ അയ്യാപിള്ള സാർ. അയ്യാപിള്ള സാറ് ഒരു വലിയ ധനാഢ്യനാ, ഏക്കർ കണക്കിനല്ല. അതിൻ്റെ ഒരു തെളിവ് പറയാം. നിങ്ങൾ ഇന്ന് കണ്ണൂർ ചെന്നാൽ കണ്ണൂരിലെ സർക്കാർ കാര്യാലയത്തിന്, ഗവൺമെൻറ് ആശുപത്രിക്ക് ഷാരോൺ സഭ അടുത്ത കാലത്ത് കൊടുത്തത്, ഒരു 10 കൊല്ലത്തിനുള്ളിൽ കൊടുത്തത് 1 ഏക്കർ ഭൂമിയാണ്, സൗജന്യമായിട്ട്. കാരണം ഏക്കർ കണക്കിന് ഭൂമി ടൗണിൽ കിടക്കുക. ഷാരോൺ തോമാച്ചാൻ മേടിച്ചിട്ടാണ്. തോമാച്ചാൻ്റെ ചരിത്രം കേൾക്കണോ? അന്നത്തെ കാലത്ത്, സരസിപ്പിയുടെ ഒക്കെ കാലത്ത്, തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ PhD ഉള്ള മനുഷ്യനാണ്. ചുമ്മാ കിട്ടിയ ഡോക്ടറേറ്റ് അല്ല, ബൈസ്കൂളുകാർ എഴുതി കൊടുത്തതല്ല. ഇവർക്കൊക്കെ പാൽപ്പൊടി കൊടുത്തു എന്നൊക്കെ പറയണമെങ്കിൽ ആ അറിവിൻ്റെ ഒക്കെ പിന്നിൽ എന്താണ് കാരണം നിങ്ങൾ പരിശോധിച്ചാൽ മതി. ഞാൻ അങ്ങോട്ടൊന്നും ഒത്തിരി വിചരിച്ചു പോകുന്നില്ല. ചരിത്രമുള്ള, പൈതൃകമുള്ള, സംസ്കാരമുള്ള ഒരു ജനതയുടെ രൂപവൽക്കരണത്തിന് വേണ്ടി അദ്ദേഹത്തെ പോലുള്ള ആളുകൾ മുന്നിട്ടിറങ്ങി. നമ്മുടെ പല സഭകൾക്കും വന്ന് സൗജന്യമായി ഭൂമി കൊടുത്ത ആളാണ് ഈ ജോൺ അയ്യാപിള്ള സാർ, ഷാരോൺ തോമാച്ചാൻ്റെ പിതാവ്. ഒരു ഭാഗത്തത് ഇന്ത്യയിലെ ക്രിസ്ത്യാനിറ്റിയിൽ വേർപെട്ട ദൈവമക്കളുടെ ആ ചരിത്രത്തിൻ്റെ പിൻഭാഗം, ഈ പിന്നാമ്പുറങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കൃത്യം കിട്ടും. ഇത്തരം നിരവധി അനുകരണീയമായ മാതൃകൾ, ഈ അഭിവന്ദ്യരായ ദൈവവൃത്തന്മാരുടെ ചരിത്രങ്ങളുടെ ഇടപെടലിലൂടെ, ഒപ്പം ത്യാഗത്തിൻ്റെ കഥകൾ, കണ്ണീരിൻ്റെ കഥകൾ ഞാനിന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ആദ്യം കർത്തൃദാസനം പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. ഞങ്ങൾ 2-3 ആഴ്ച മുമ്പ് ഉത്തർപ്രദേശിൻ്റെ പല ഭാഗങ്ങളിലായിരുന്നു. ഞങ്ങൾ ഈ പോകുന്ന സ്ഥലങ്ങളുടെ ഒന്നും ഫേസ്ബുക്കിലൊന്നും എഴുതാറില്ല. മനുഷ്യൻ അനുഭവിക്കുന്ന ദുരിതങ്ങളൊക്കെ നേരിട്ട് കണ്ടു, പലരെ കേട്ട് മനസ്സിലാക്കി. നോക്കണേ പ്രിയപ്പെട്ടവരെ, അനവധി ജയിലറകളിൽ ബൈബിളുമായി കടന്നുപോയ ആളുകളെ, ഭർത്താവിനെ കൊണ്ടിട്ട ജയിലെവിടെ, ഭാര്യ ഇട്ടത് എവിടെയെന്ന് ആർക്കും അറിയില്ല, മക്കളെവിടെ, അവർക്ക് എന്ത് പറ്റിയെന്നറിയില്ല. ഇങ്ങനെ ഇട്ട ചിലരെയൊക്കെ നേരിട്ട് കാണാൻ എനിക്ക് അവസരമുണ്ടായി. ഇത്തരത്തിൽ എൻ്റെ ചില സുഹൃത്തുക്കൾ ജയിൽ മോചനം പ്രാപിച്ചു വന്നവരെ കാണാൻ എനിക്ക് അവസരമുണ്ടായി. അവരോടൊക്കെ ചോദിക്കുമ്പോൾ ഒരു കാര്യം അവർ പറയുന്നുണ്ട്. ആ ജയിലിലെ പൊട്ടിപ്പൊളിഞ്ഞ, നിന്ന് തിരിയാനിടയില്ലാത്ത സെല്ലിൽ, ആകപ്പാടെ ദുർഗന്ധം വമിക്കുന്ന ടോയ്ലറ്റ്, കഴിക്കാനാവാത്ത ഭക്ഷണം, അതിനിടയിൽ കേൾക്കുന്ന വിവേചനം, മനുഷ്യൻ്റെ പലതരത്തിലെ വാക്കുകൾ, ക്രൂരമായ പെരുമാറ്റം, അതിൻ്റെ നടുവിലും പ്രാർത്ഥിക്കാനും ആരാധിക്കാനുമുള്ള ഞങ്ങളുടെ വ്യഗ്രത എവിടെയും പണയം വെച്ചില്ല എന്ന് മാത്രമല്ല, ആ നാടിട്ടിട്ട് പോരാനൊന്നും തോന്നിയില്ല. ഇതാ ക്രിസ്തുവേശു തരുന്ന ആ പ്രചോദനമെങ്കിൽ മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. ആ നീതി തേടി പോകേണ്ട ഇടം വ്യവഹാര കോടതിയല്ല. ഞാനത് പറഞ്ഞിങ്ങനെ നിർത്താം.
എന്താണത്? അവൻ്റെ അമിതബലത്തിലും ശക്തിയിലും എങ്ങനെയാണ് നമ്മൾ ശക്തിപ്പെടുക? പറഞ്ഞവസാനിപ്പിക്കാം. അത് കാണാൻ പോകേണ്ടതേ. യേശു ഇന്ന് ഗലീലിയക്കടലിൻ്റെ മീതെ നടക്കുന്നുണ്ട്, കാണാൻ പോകാം. അവിടെ അല്ല. യേശു ഒരു കഴുതപ്പുറത്ത് 10,000 സംഘടിപ്പിച്ചുകൊണ്ട് ഇതാ ജെറുസലേമിലേക്ക് യാത്ര പോകുന്നുണ്ട്, അവിടെയുമല്ല. 4 ദിവസമായി നാറ്റം വെച്ച് കിടക്കുന്ന മൃതശരീരം യേശു ഉയർപ്പിക്കുന്നുണ്ട്, ഒന്ന് പോയി കാണാം, അവിടെയുമല്ല. എന്താ കാര്യം? ആ ശക്തിപ്രകടനം തന്നെ നോക്കാം. ഒരു കാട്ടുകഴുതപ്പുറത്ത് ആ കാട്ടുകഴുതക്കുട്ടി ഒപ്പം നടത്തി 1000 അനുധാവനം ചെയ്യുന്ന ഒരു മഹായാത്ര. ആ യാത്രയ്ക്ക് വന്ന ആൾക്കാരോട് ചോദിക്കുക, നിങ്ങളെങ്ങനെ ഇങ്ങനെ വന്നേ? ഉടനെ പറയും, അതേ ഞാൻ കാവർന്നൂമുകാരനാ, കണ്ണിന് കാഴ്ചയില്ലായിരുന്നു, ഈ ഗുരു കാഴ്ച തന്നു. ഈ ഗുരു ഇങ്ങനൊരു സമ്മേളനം നടത്തുമെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് പോയേക്കാന്ന് വെച്ചു. അടുത്തൊരാൾ പറയുക, എൻ്റെ മകൾ മരിച്ചതാ, അവർക്ക് ജീവൻ കൊടുത്ത ഈ ഗുരുവാ, അതുകൊണ്ടാണ് ഞങ്ങൾ വന്നേ. 100,000 അനുഭവങ്ങൾ ഒരുമിച്ചിഴുകിച്ചേർന്ന് യെരൂശലേമിലേക്ക് നടക്കുമ്പോൾ അതൊരു ജയം തന്നെയാണ്. പക്ഷേ മറുവശത്ത് ക്രൂശ് ചുമക്കാൻ ഒറ്റയ്ക്ക് ഒരുത്തനേ ഉള്ളൂ. മനസ്സിലായോ? ഒറ്റക്കൊരാൾ. ഗെത്സമനയിൽ പ്രാർത്ഥിക്കാൻ ഒറ്റക്കൊരാൾ. ചാട്ടവാറടി കൊള്ളാൻ ഒറ്റക്കൊരാൾ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം തിന്നാൻ 5000 പുരുഷന്മാർ, ശക്തിപ്രകടനത്തിന് 10,000, കടലുമീതെ നടക്കുന്നിടത്ത് ആർപ്പ് വിളിക്കാൻ 1000, ക്രൂശ് ചുമക്കാൻ ഒറ്റക്കൊരാൾ. ആ പോകുന്ന വേളയിൽ ക്രൂശ് മരം കഴുത്തിലിരുന്ന് ഞെരുങ്ങി വേച്ചു വിറച്ചവൻ താഴെ വീണു. നിലയെങ്കി ധരിപ്പിച്ച് മുൾക്കിരീടം വെച്ച് അപകസിച്ച് ചാട്ടവാറിനടിച്ച് കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപനായി പോകുന്നവന്റെ കൂടെ നിൽക്കാൻ ഒറ്റ ഒരു ശിഷ്യനെയും കാണുന്നില്ല, സൗഖ്യം കിട്ടിയ ഒരാളെയും കാണുന്നില്ല. ഇതിൽ നിങ്ങൾ എവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു ഇന്ന് രാത്രി? എവിടെ നിൽക്കാനാ വന്നേ? എനിക്ക് സൗഖ്യം വേണം, എനിക്ക് വീട് കെട്ടിപ്പോക്കണം, എനിക്ക് വിശാലമായ കെട്ടിടം ഉണ്ടാക്കണം, എനിക്ക് അഭിവൃദ്ധി വേണം. ഇതൊക്കെ തേടുന്ന ആത്മീയർക്ക് നടുവിലെ ആർക്ക് പറയാൻ സാധിക്കും? ഈ ക്രൂശിതനൊപ്പം എന്തെല്ലാം പരാജയം വരട്ടെ, എന്തെല്ലാം പ്രതിസന്ധി വരട്ടെ, ചങ്കുറപ്പോടെ പോകാൻ ഇതാ ഞാൻ നിനക്കൊപ്പമുണ്ട് ഗുരു, നിന്നെ തനിച്ച് ഞാൻ വിടില്ല, കൂടെ നിഴൽ പോലെ ഈ ഉള്ളവൻ വരും, ഈ ഉള്ളവൾ വരും. ഈ കുരിശൊന്ന് ചുമക്കാൻ, ഈ കരങ്ങൾ കെട്ടിക്കൊടുക്കാൻ ഈ രാത്രി ആർക്ക് മനസ്സുണ്ട്? മുന്നമേ അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിക്കേണ്ട ഇടം ഈ ക്രൂശ. ഈ ക്രൂശിന്റെ നീതി മറ്റൊരു നീതിയാ. അത് പാപപരിഹാരത്തിന്റെയാ, അത് ശുദ്ധീകരണത്തിന്റെയാ, അത് വിടുതലിന്റെയാ, സാക്ഷാലുള്ള രോഗങ്ങളുടെ ശമനത്തിന്റെ ഔഷധശാലയാ. അവിടെയാ എത്തേണ്ടത്. അവിടെ എത്താൻ പറ്റുമോ? ആരെയും കണ്ടില്ല. വേച്ചു വിറച്ചു വീണവൻ. ഈ ക്രൂശീകരണത്തെപ്പറ്റി ഒത്തിരി ഉണ്ട്, ഞാൻ പോകുന്നില്ല. താഴേക്ക് വീഴുമ്പോൾ ഈ വിധി നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥന് പിടികിട്ടി സമയത്തിന് എത്തില്ല, അയാളെ ബാധിക്കും. അയാൾ പലരെ കണ്ടിട്ട് പറഞ്ഞത് എടുക്കാമോ? കഴിയില്ല. ഒടുക്കം വയലിൽ നിന്ന് പണി കഴിഞ്ഞ് വരുന്ന കുറേ എണ്ണക്കാരനെ കണ്ടു. നീ ഇതെടുക്ക്. അവനെടുക്കേണ്ട കാര്യമില്ല, അവൻ മറ്റൊരാളുടെ അടിമയാണ്. ആ യജമാനൻ പറഞ്ഞ് കേട്ടാൽ മതി. പതനം കിടക്കുക. അവനെ വളരെ നിർബന്ധിച്ചു. അവൻ തോളിലേക്ക് അതെടുത്തു വെച്ചു. തോളിലേക്ക് വെച്ചിട്ട് അറിയാതെ നോക്കി, ഇതാരുടേതാ? അടികൊണ്ട തിമിർത്ത പാടുകളോടെ അതിനെല്ലാം അവഗണിച്ച് പുഞ്ചിരിയോടൊരുത്തം നിൽക്കുന്നു. തൊട്ടരികിൽ ഒരു ബോർഡും പിടിച്ചൊരുത്തം നിപ്പുണ്ട്, ക്രൂശി തറയ്ക്കാനുള്ളതാ. നസ്രയനായ യേശു, യഹൂദന്മാരുടെ രാജാവ്. യേശു അവനെയും കണ്ടു. കൂട്ടുകാരാ, അപ്പം തിന്നവർക്കൊപ്പം നീ ഇല്ലല്ലോ. കടലിമീതെ ഞാൻ നടക്കുമ്പോൾ ആർത്ത് വിളിക്കുന്ന കൂടെ നീ ഇല്ലല്ലോ. നിനക്ക് ഞാൻ രോഗശാന്തിയും തന്നില്ല, ഒരു ഉപകാരവും ചെയ്യാതിരുന്നിട്ടും നീയാണ് ക്രൂശ് ചുമക്കാനുള്ളത്. യേശു അവനൊരു നന്ദി പറഞ്ഞു കാണും. നാം എല്ലാം ദൈവത്തിന് നന്ദി പറയാറുണ്ട്. അവൻ നന്ദി പറഞ്ഞത് ഇവനാ. വൈകിട്ട് അവൻ വീട്ടിൽ ചെന്നു. ഇവിടെ എല്ലാം ക്രൂശ് ചുമന്ന ആ പാട് കിടക്കുക. ഭാര്യ വന്ന് ചോദിച്ചു, ചാട്ടയ്ക്ക് അടി കിട്ടിയോ? യജമാനൻ തല്ലിയോ? തോളിൽ എന്താ അങ്ങേക്ക് പറ്റിയേ? പറ. പുഞ്ചിരിയോടെ സന്തോഷത്തോടെ പറയില്ലടി. പലപ്പോഴും തല്ല് കിട്ടി തഴമ്പിച്ച ബോഡിയാ. അന്നൊക്കെ ചൂട് പിടിച്ചു വെള്ളത്തിലൊക്കെ കുളിച്ച് എഴുന്നേൽക്കുമ്പോൾ യജമാനോട് കലിപ്പ.
ആ മുറിവിലെല്ലാം എനിക്ക് പകയാണെങ്കിൽ ഇന്ന് തോളിലൊരു മുറിവുണ്ട്, ഒരു പാടുണ്ട്. അത് ക്രൂശ് ചുമന്നതാ. സന്തോഷത്തോടാണ് അത് സഹിക്കുന്നത്. കാരണം എൻ്റെ ഗുരുവിന് കൊടുത്ത ഗുരുദക്ഷിണയാണ് ഈ തോളിലെ പാട്. ദൈവദാസന്മാരെ, ഈ പാട് ശിരസിലെറ്റിയവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവിന് വേണ്ടി സഹിക്കാൻ, ഈ ത്യാഗം സഹിക്കാൻ. ഇത് കേട്ട് ആ ഭാര്യ, എൻ്റെ മൻ്റെ ചിന്തയാ, അവൾ ആ മുറിവിൽ തഴുകി, അവൾ ആ മുറിവിൽ ചുംബിച്ചു. എനിക്കും നിനക്കും വില വന്നതേ ഈ ക്രൂശ് ചുമന്നപ്പോഴാണ്. ജീവിതത്തിൻ്റെ സകല അഭിവൃദ്ധിയും സകല അനുഗ്രഹങ്ങളും ഈ ക്രൂശ് ചുമന്നതാ. മറ്റൊന്നുമില്ലെന്ന് തുറന്ന് സമ്മതിക്കാൻ മനസ്സുള്ളവരെ മാത്രം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ക്രൂശാണെൻ്റെ വില. ആ ക്രൂശിക്കപ്പെട്ടവനാണ് എൻ്റെ സകലതും. എൻ്റെ പദവി അവിടുന്ന, എൻ്റെ സർവസ്വം അവനാ. തീർന്നില്ല. കാലം ഏറെ കഴിഞ്ഞപ്പോൾ ഈ ക്രൂശിതൻ്റെ മക്കൾ 2 പേരാ ക്രൂശിച്ചു വന്നവൻ്റെ, രൂഫോസും അലക്സാണ്ടറും. ഈ രൂഫോസ് ആരായി എന്നറിയണ്ടേ? ചരിത്രം പറയുന്നതേ അയാൾ എഫസോസ് സഭയുടെ പരമാധ്യക്ഷനായി എന്ന്. മനസ്സിലായോ? നമ്മുടെ റജീവ് സാറും ഒക്കെ ഇരിക്കുന്ന പദവി, ബാലസനച്ചാനൊക്കെ ഇരിക്കുന്ന പദവിയിലെത്തിയെന്ന്. ടി ജെ ജോൺ, സാമൂൽ സാറൊക്കെ ഇരിക്കുന്ന പദവി, നമ്മുടെ രീതിയിൽ പറഞ്ഞ ആ സ്ഥാനത്ത് ഈ കുറേനക്കാരനെത്തി. അവനെ ഒരു അഭിമുഖം നടത്തിയിട്ട് ചോദിക്കണം, കൂട്ടുകാരാ ഏത് സെമിനാറിലാണ് പഠിച്ച, മുളക്കുഴിയാണോ? ആരാ ഗുരു? ഇവനൊക്കെ കേട്ടിട്ട് പറയാം, ഒന്നുമില്ല നീ. പക്ഷെ എൻ്റെ അപ്പൻ വയലിൽ പണിയെടുത്ത് അവിടെ ചുമച്ചു തുപ്പിച്ച് ഓരതുപ്പിച്ചാകേണ്ടെടുത്ത് ഒരിക്കലായി ക്രൂശ് ചുമന്നു. ആ ക്രൂശിൻ്റെ വഴിയിലാണ് ഞാനിവിടെ വരെ എത്തിയത്. മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ധൈര്യപ്പെടണം. ആർക്ക് മനസ്സുണ്ട് ഈ ക്രൂശ് ചുമക്കാൻ? ഇൻ്റെ വിളിക്കുന്ന ക്രൂശ് ചുമക്കാൻ മനസ്സുള്ള ചില യൗവനക്കാരെ, കേരളം വിളിക്കുന്നു ക്രൂശ് ചുമക്കാൻ മനസ്സുള്ള ചില ചെറുപ്പക്കാരെ, ഇൻ്റെ വിളിക്കുന്നു ക്രൂശിനായി നിൽക്കാൻ മനസ്സുള്ള സഹോദരി സഹോദരന്മാരെ. എല്ലാവർക്കും കഴിയില്ല കേട്ടോ. ഇത് സകലർക്കും ഉള്ളതല്ല. അത് മുമ്പ് പറഞ്ഞല്ല, ചിലർക്കേ പറ്റുമോ. സൗഖ്യമൊക്കെ എല്ലാവർക്കുമാ, രോഗശാന്തി സകലർക്കുമാ. പക്ഷെ ക്രൂശ് ചുമക്കാൻ സന്നദ്ധതയുള്ള ചിലരെ തിരഞ്ഞ് ഈ രാത്രി അവിടുത്തെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ടേ. എനിക്ക് ചുമക്കണം യേശുവിൻ്റെ ക്രൂശ്. അതിന് പ്രായം ബാധകമല്ല, ധനസ്ഥിതി ബാധകമല്ല, പശ്ചാത്തലം ബാധകമല്ല. മുന്നമേ ഈ രാജ്യവും നീതിയും അന്വേഷിച്ചുള്ള ഒരു യുദ്ധത്തിൻ്റെ പടപ്പുറപ്പാടില്ല നമ്മൾ. ആ മനസ്സുള്ള പ്രിയപ്പെട്ടവരെ തിരഞ്ഞ് ഈ രാത്രി ദൈവിക ചൈതന്യം നമുക്കൊപ്പം. ഞാൻ സന്തോഷിക്കുന്നു. ശരീരത്തിന് തീരെ ബലഹീനനെങ്കിലും ഇന്ന് രാത്രി ക്രൂശനുയർത്തിയപ്പോൾ വലിയൊരു വിടുതൽ, വലിയൊരു സൗഖ്യം, വലിയൊരാനന്ദം. പ്രിയരെ, ഈ ബലത്തോട് ഇന്ന് രാത്രി പിരിയ. ക്രൂശിൽ മക്കാൻ മനസ്സുള്ളവർ മാത്രം, യേശുവിനെ അനുധാവനം ചെയ്യാൻ അത്തരത്തിൽ മനസ്സുള്ളവർ മാത്രം ആ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ചില കരങ്ങൾ ഉയർത്തി അഭിമാന പുരസ്സരം ഉയർത്തിയാട്ടെ. എനിക്ക് ക്രൂശിനെ ചുമന്ന് മരിക്കണം, ക്രൂശിനെ പ്രസംഗിച്ച് മരിക്കണം, ക്രൂശിനായി പാടി മരിക്കണം, ക്രൂശിനായി ചിന്തിച്ച് മരിക്കണം. കരങ്ങളെ താഴ്ത്തിയിട. സ്വർഗപിതാവേ, കരങ്ങൾ ഉയർത്തിയ സഹോദരവർഗത്തിനായി സ്തോത്രം. ഈ മഹത്തര കുരിശിനെ ചുമക്കാൻ അടിയങ്ങളെ ഒരുമിച്ച് അഭിഷേകം ചെയ്തയക്കണം. തിരുസാന്നിധ്യം കൂടിയിരിക്കണം. യേശുവിൻ നാമത്തിൽ വചനം കേട്ട സകലരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ വലിയ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും വന്ദനം. കർത്താവ് വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.